ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ഈ ദേശത്തുള്ള മാന്യരായ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ വേർപെട്ട സഭകൾക്കായി, അതിൻ്റെ ചുമതല വഹിക്കുന്നവർക്കായി, ശുശ്രൂഷകൾ ചെയ്യുന്ന ശുശ്രൂഷകർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലും അവിടുന്ന് അനുവദിച്ചതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. ഓരോ സമയവും ഓരോ നിമിഷവും ഇങ്ങനെ ശുശ്രൂഷകൾക്കായി നിൽക്കുമ്പോൾ ആമേൻ അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉള്ളം കൊണ്ട് കൂടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് പല കാര്യമുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യം ഇന്നലെ ഓർപ്പിച്ചതുപോലെ, നമ്മളെക്കാൾ കഴിവുള്ള, കരുത്തുള്ള, സൗന്ദര്യമുള്ള, ജ്ഞാനമുള്ള, അറിവുള്ള, ബലമുള്ള, ജ്ഞാനസമ്പൂർണരായ, സൗന്ദര്യ സമ്പൂർണരായ ദൂതന്മാർ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ചു. ദൈവം അനുവദിച്ചില്ല. യാതൊരു കഴിവും പ്രാപ്തിയും വിശേഷതകളും ഇല്ലാതിരുന്ന, സൗന്ദര്യമോ ജ്ഞാനമോ വേണ്ട വിധത്തിൽ മറ്റ് കഴിവുകളൊന്നുമില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും ഈ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. അതോർത്ത് ദൈവത്തിന് മഹത്വം. തന്നെയല്ല, ഈ ഓരോ ശുശ്രൂഷകൾക്ക് നിൽക്കുമ്പോൾ, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം എപ്പോഴും എൻ്റെ ബോധ്യത്തിലുണ്ട്. വചനം കേൾക്കും തോറും പഠിക്കും തോറും ഒരു കാര്യം മനസ്സിലായി, നമുക്കൊന്നും അറിയത്തില്ലെന്ന്. ഇത് പഠിക്കും തോറും കേൾക്കും തോറും എൻ്റെ അനുഭവം പറയുന്നത്, അന്നേരം നമുക്ക് മനസ്സിലായി നമുക്കൊന്നും അറിയത്തില്ല. രണ്ട്, കർത്താവിനോട് സ്നേഹം വർദ്ധിച്ചു വരിക. ഇത് കേൾക്കാനും ഗ്രഹിപ്പാനും അറിയുവാനും ഇത് അനുഭവിക്കുവാനും ഈ കൂട്ടായ്മയിൽ സംബന്ധിപ്പാൻ പോഷനാകുന്ന എന്നെയും ദൈവം തിരഞ്ഞെടുത്തല്ലോ. അതോർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവിടെ സുവിശേഷ വേലക്കാരായ കർത്തദാസന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വന്നിരിക്കുക. ഇവിടെ ഒരു 3-4 കസേരയും കൂടെ കിടപ്പുണ്ട്. കുറച്ചുകൂടെ മുഴുത്ത കസാര, 3 അല്ല 4, 3, 7 എണ്ണം ഉണ്ട്. അപ്പം നിങ്ങൾ പാസ്റ്റേഴ്സായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വന്നിരുന്നാൽ, അപ്പോൾ അവിടുത്തെ സീറ്റിൽ പുറകെ നിൽക്കുന്നവർക്ക് വന്നിരിക്കുകയും ചെയ്യാം. നിങ്ങൾക്കിവിടെ കുറച്ചുകൂടെ ഇരിക്കാൻ. ചിലർ ഈ മുന്നിൽ വന്ന് ഇരിക്കാത്തതിൻ്റെ ഒരു കാരണം, യോഗം സമയത്തൊന്നും നിർത്തുകയല്ല. അപ്പം എഴുന്നേറ്റ് പോയാൽ അങ്ങേര് ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ച് പറഞ്ഞാൽ നാണക്കേടാ എന്നോർത്ത് മുമ്പോട്ട് വന്നിരിക്കാത്തവരും ഉണ്ട്. എന്നാൽ ഇന്നലെ ഓർപ്പിച്ചല്ലോ, 9 മണിക്കാണ് നിർത്തിയത്. ഇന്നും 9 മണിക്ക് നിർത്തും. അതിനപ്പുറം പോവുകയില്ല. ഇന്ന് നേരത്തെ സമയവും ലഭിച്ചല്ലോ. അതുകൊണ്ട് ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. ഇവിടുത്തെ ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു മുഖാന്തരം ഒരുങ്ങി ശുഭ പാസ്റ്ററേയും പ്രിയ ദാനിയേൽ പാസ്റ്ററേയും കൂട്ടുവേലക്കാരെയും ഇവിടെയുള്ള സഹവിശ്വാസികളെയും ദൈവം ഒരുക്കി കർത്താവ് അനേക വ്യക്തികളെ ആമേൻ ഈ സഭയിൽ കൊണ്ടുവരട്ടെ എന്ന് വീണ്ടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റെങ്ങും കൂട്ടായ്മയ്ക്ക് പോകാത്ത ആരെങ്കിലും ഉണ്ട്, നേരെ അങ്ങോട്ട് പോക്കണം. സ്തോത്രം. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. വായിച്ച തിരുവെടുത്ത് ഒന്നുകൂടെ വായിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. അപ്പോൾ ദൂരത്ത് നിന്ന് അത് കണ്ടു. അതായിരുന്നല്ലോ നമ്മുടെ വിഷയം. ദൂരത്ത് നിന്ന് കണ്ട കാര്യം. എബ്രായ ലേഖനത്തെ പറ്റിയും അതിൻ്റെ ചില കാര്യങ്ങളെ പറ്റി ഇന്നലെ ഓർപ്പിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, ഏറെ നല്ലത്, പ്രധാനപ്പെട്ട വ്യക്തി, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഈ 11-ാം അധ്യായത്തിൻ്റെ വേറൊരു വിശേഷത, ഒരു വിശ്വാസിയുടെ ജനനം മുതൽ വിശ്വാസിയുടെ മരണം വരെ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ മരണമല്ല ഉയർപ്പും, എല്ലാം വിശ്വാസത്താല. എല്ലാം വിശ്വാസത്തെ. ഈ പെന്തിക്കോസിന്റെ ആരംഭം ഇത് വിശ്വാസവേലയാണ്. കാശിന്റെ മിടുക്ക് കൊണ്ടോ, ഇന്നലെ ഓർപ്പിച്ചതുപോലെ കഴിവുള്ളത് കൊണ്ടോ, പൊളിറ്റിക്കൽ ബലമുള്ളത് കൊണ്ടോ, കായബലമുള്ളത് കൊണ്ടോ, സാമുദായിക ബലമുള്ളത് കൊണ്ടോ, ആൾക്കാരും എല്ലാം കൂടിയത് കൊണ്ടല്ല ഈ വേല വളർന്നത്. ഈ വേല വിശ്വാസത്തിന്റെ വേലയാണ്. സ്തോത്രം. വിശ്വാസമുള്ള അനേകരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതൊരു വരവും കൂടാ. വിശ്വാസത്തിന്റെ വേല.
സ്തോത്രം. ഇപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ, വിശ്വാസികൾ എന്ന പേരേ ഉള്ള, അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ പകൽ ഓർപ്പിച്ചു, തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തിന് പോകുമ്പം ബോർഡ് വെച്ചിട്ടുണ്ട് പാലാറ്, ഒരു തുള്ളി പാല് പോലും ഇല്ല, പച്ചവെള്ളമായി പോകുന്നത്. പക്ഷെ പേരിപ്പറും ഇപ്പോഴും പേര് പാലാറെന്ന. പണ്ടൊരു യോഗത്തിന് പോയപ്പോൾ അവിടെ തീവണ്ടി ചെന്നിറങ്ങി, നല്ല ക്ഷീണം, രാത്രിയെല്ലാം യാത്രയായിരുന്നു, രാവിലെ നല്ല ക്ഷീണം. യോഗ സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് ധരിച്ചേ എന്നാൽ എന്തേലും രാവിലെ ഒന്ന് കഴിക്കാൻ നോർത്ത് ചോദിച്ചു. ഓട്ടോക്കാരനോട് ചോദിച്ചു, ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്പം കൂടെ മുമ്പോട്ട് ചെന്നാൽ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. നടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ഹോട്ടലിൻ്റെ പേര് എഴുതി ആനന്ദവിലാസം ഹോട്ടല്. അകത്ത് കയറി കൈ കഴുകി ഇരുന്നപ്പം ആ ചുമതലപ്പെട്ടവർ വന്ന് ചോദിച്ചു, എന്തുവാ വേണ്ടത്? ഞാൻ ചോദിച്ചു, എന്തോ ഉണ്ട്? അപ്പം പല കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. അങ്ങനെ അന്ന് 2 പാലപ്പൂ, ഒരു മുട്ടക്കറി. ഇപ്പോഴല്ലേ, പണ്ട്. അപ്പം 2 അപ്പവും ഒരു മുട്ടക്കറിയും തരാൻ പറഞ്ഞു. അവരെ കൊണ്ടുവന്ന് തന്നു. സ്ഥലവും ഒക്കെ പറയാത്തത് മോശമല്ലയോ? അപ്പോൾ കഴിച്ച് ഒരപ്പം കഴിച്ചു. ഒരപ്പവും കൂടെ കഴിക്കാനിരിക്കുമ്പോൾ ഈ മുട്ട എടുത്തപ്പം മുട്ടയിലെ മുടി ചുറ്റിയിരിക്കുക. അത് പിന്നെയും സഹിക്കാൻ ഞാൻ ആ മുടി അങ്ങ് കളഞ്ഞു. വിശപ്പുണ്ടല്ലോ, മുടി ഉണ്ടെന്നും പറഞ്ഞിരുന്നാൽ പിന്നെ എന്നാ ചെയ്യും? അതങ്ങ് കളഞ്ഞു. തന്നെയല്ല, ഈ മുടി ചെല്ലി പറയാനുണ്ട്, മുടി നല്ലതാ, എല്ലാവരും കഴുകി നല്ല കണ്ടില്ല, ഷാമ്പു ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയാണ് വെച്ചേക്കുന്നത്. മുടി അത്ര മോശമൊന്നുമല്ല, മുടി നല്ലതാ, കഴിക്കണ്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ലതാ. അപ്പം അത് അങ്ങ് മാറ്റി. 2ാമത്തെ അപ്പം കഴിച്ചപ്പം അപ്പത്തിലെ കല്ല് കടിച്ചു. അത് ബുദ്ധിമുട്ടായി, പിന്നെ കഴിക്കാനൊത്തില്ല. അതവിടെ വെച്ചതിന് ശേഷം കൈ കഴുകി പൈസ കൊടുക്കുന്നിടത്ത് വന്നപ്പം ഷർട്ട് ഒന്ന് വിടാതെ ഇതുപോലല്ല, ഒരു തോർത്ത് കരിക്ക് കുത്തിയിടാം, അതുമായിട്ട് ഒരു മുറുക്കി തുപ്പി ഇവിടെ ഇതിലേക്കൂടെ എല്ലാം ഒഴുകി, ഒരു പ്രാകൃതം കേട്ടാ ഇരിക്കുന്നത്. മാനേജരാ. അപ്പം ഞാൻ പരിചയമില്ലാത്ത സ്ഥലമാ, സൂക്ഷിച്ചു വേണമല്ലോ. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല, പൈസ കൊടുത്ത് ബാക്കിയും കൂടെ തന്നപ്പം ഞാൻ ചോദിച്ചു, പേരെന്തുവാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, പേര് സുന്ദരം പിള്ള. വലിയ സുന്ദരമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് സുന്ദരം പിള്ള, ഹോട്ടലിൻ്റെ പേര് ആനന്ദവിലാസം. ഇത് 2ഉം അവിടെ ഇല്ലെന്നുള്ളതാ സത്യം. നമ്മുടെ സഭകളും ഇപ്പൊ ഇങ്ങനെ ആയി തീർന്നിരിക്കുക. വീടുകളിലൊക്കെ വിശ്വാസികൾ എന്ന പേര്, പക്ഷെ പലർക്കും വിശ്വാസം ഇല്ല. അങ്ങ് തിരുവനന്തപുരത്തിനപ്പുറം ഒരു യോഗത്തിന് ചെന്ന്, ഇതുപോലൊരു മഹായോഗമാണ്. യോഗമെല്ലാം കഴിഞ്ഞ് നടത്തിപ്പുകാരൻ ഉപദേശി എഴുന്നേറ്റ് പറഞ്ഞു, നമ്മുടെ മഹായോഗം ഇത്രത്തോളം അനുഗ്രഹമായി, കർത്താവ് ഇത്രത്തോളം സഹായിച്ചു, ദൈവദാസനെ ഉപയോഗിച്ചു. ഈ മഹായോഗം ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ കർത്താവിൻ്റെ ദാസൻ ആരോഗ്യസ്വാമി മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. അവിടുത്തെ പേരുകൾ അങ്ങനെ, ആരോഗ്യസ്വാമി. 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരോഗ്യസ്വാമിയെ കാണുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നോർത്ത് കണ്ണടച്ചു. കാണാതെ വന്നപ്പം ഞാൻ പരമാർത്ഥം കണ്ണ് തുറന്ന് നോക്കി, ആരോഗ്യസ്വാമി ആരാണ്. അപ്പോൾ ഒരു വല്യപ്പനെയും പിടിച്ചോണ്ട് 2 പേര് വരിക. പുള്ളിക്ക് നടക്കാൻ മേല. അപ്പം ഞാൻ അടുത്തിരുന്ന പുള്ളിയോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. അതാണ് ആരോഗ്യസ്വാമി. പണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പം എഴുന്നേറ്റ് കസേരയിൽ നിന്ന് ഇവിടം വരെ വരണേ 2 പേര് പിടിക്കണം. നമുക്ക് ഇപ്പം അങ്ങനെ തന്നെ. പണ്ടൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ല. ഇത് വിശ്വാസത്തിൻ്റെ വേലയാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയും വിശ്വാസമായിരിക്കണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതാ വിശ്വാസത്തിൻ്റെ വേലയാണ്. ഞാൻ ഓടിച്ചൊന്ന് വാക്യങ്ങൾ പറയാം, ഒന്ന് വേണേ ഒന്ന് വായിച്ചു. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പിന്നെ ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ജനനം മുതൽ മരണമല്ല ഉയർപ്പ് വരെ വിശ്വാസമാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചേ.
11:23. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ജനനത്തിങ്കൽ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു വിശ്വാസിയുടെ ജനനം അത് അവൻ വിശ്വാസത്താല. ഒരു വ്യക്തിയുടെ, ഞാനിങ്ങനെ പറഞ്ഞ വീണ്ടും ജനനം, ഇത് വിശ്വാസത്താല. അപ്പനും ഉപ്പാപ്പനും പെന്തിക്കോസ് വന്നത് കൊണ്ടല്ല നീ വരേണ്ടത്. നീ വിശ്വാസത്താൽ വീണ്ടും ജനിക്കണം. ഇപ്പം ആൾക്കാര് എല്ലാവരും വന്ന് മാനസാന്തരപ്പെട്ടല്ല വരുന്നത്. ചേഴുത്തി പെന്തിക്കോസ് വന്നപ്പോൾ അനിയത്തോട് പറഞ്ഞു, കുഞ്ഞമ്മയും കൂടെ വാടി, ഓട്ടോ ഇടുന്നുണ്ട്, ഓട്ടോയ്ക്ക് നിന്നെയും കൂടെ അങ്ങോട്ട് ഇറക്കാന്ന്. അപ്പൊ കുഞ്ഞമ്മയും പറഞ്ഞു, എന്നാ ഞാനും വന്നേക്കാം, വെറുതെ വീട്ടിലിരിക്കുക. കുഞ്ഞമ്മയും വന്നിരിക്കുക, അവര് കസേരയ്ക്കകത്ത് എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ. അങ്ങനല്ല വരേണ്ടത്. ഇത് വീണ്ടും ജനനം പ്രാപിക്കണം. യേശുക്രിസ്തു നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടുമെന്നും ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കണം. ആ കർത്താവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ അനുതാപവാക്യങ്ങളോടെ, അനുതാപഹൃദയത്തോട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കണം. അത് വിശ്വാസത്താലായിരിക്കണം നമ്മുടെ ജനനം. ഈ സഭകൾക്കകത്തെല്ലാം പ്രശ്നം ഉണ്ടാകാനുള്ളതിന്റെ ഒരു കാരണം വീണ്ടും ജനിച്ചതല്ല. വല്യപ്പൻ പെന്തിക്കോസിലായി, കൊച്ചുമോൻ ഇതിനകത്ത് വന്ന് കയറി, എല്ലാവരുടെയും കാര്യമല്ല. അവൻ ഈ പ്രമാണം എന്നാന്ന് ചോദിച്ചാൽ അവൻ ഒന്നും അറിയത്തില്ല. അവൻ മലക്കിടക്കെ കൊണ്ടുവന്നപ്പോൾ ഈ വാനും കോളും ആൾക്കാരെയൊക്കെ കാണുക, ഇതെന്നാന്ന് അവൻ അറിയാൻ മേല. സ്തോത്രം. ഇത് വീണ്ടും ജനനം പ്രാപിച്ചവരുടെ കൂട്ടമാണ്. വീണ്ടും ജനനം പ്രാപിക്കണം, അത് വിശ്വാസത്താൽ. അപ്പൊ ഒരു വ്യക്തിയുടെ ജനനം വിശ്വാസത്താൽ മാത്രമല്ല, വളർച്ചയും വിശ്വാസത്താല. ആ 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം വായിച്ചേ. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ വളർന്നപ്പോൾ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ വളർച്ച വിശ്വാസത്താലായിരിക്കണം. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി വിശ്വാസത്തിൽ വളരണമെങ്കിൽ വളരെ അത്യാവശ്യമാ പാല് കുടിക്കണം. അതാ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാ പാല്. വിശേഷിച്ച് ആശുപത്രിയിലുള്ളവരും അല്ല പഴയ ആൾക്കാരും പറയും, അമ്മയുടെ മുലപ്പാല് വളരെ അത്യാവശ്യമാണ് കുഞ്ഞിന്. പഴമക്കാർ പറഞ്ഞത് ഔഷധമാണ്. കുറഞ്ഞ പക്ഷം ഒരു 2-3-4 മാസമെങ്കിലും അമ്മയുടെ മുലപ്പാല് നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പൊ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാ പാല്. ഒരു വിശ്വാസി വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ചാൽ ആ വ്യക്തി വളരണം. വളർച്ചയ്ക്ക് അത്യാവശ്യമാ പാല്. പുസ്തകത്തിലെ വാക്യം എങ്ങനെ പാല് കൊടുക്കണം? വചനമെന്ന മായമില്ലാത്ത പാല്. ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്, കൂട്ടൊന്നും ചേർക്കരുത്. ഓരോ സഭയ്ക്കും ഓരോ സംഘടനകൾക്കും അതിൻ്റെ മായങ്ങളൊക്കെ ചേർത്താ ഇപ്പം പരിപാടി. അതൊന്നും ഒക്കത്തില്ല. ഈ പുസ്തകം എന്തോ പഠിപ്പിക്കുന്ന അതുപോലെ തന്നെ പറയണം. ഇതിനകത്ത് ഒരു മായവും പാടില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഈ മായത്തോടാണല്ലോ കൂടുതൽ താല്പര്യം. ഒറിജിനൽ സാധനം ഇഷ്ടമല്ല. എല്ലാം ഈ മായത്തിന് ആ മാർക്കറ്റിൽ പിടുത്തവും അതിനാ. ആ കവറും അതിൻ്റെ ആ പായ്ക്ക് ചെയ്ത് വരുന്നതൊക്കെ കണ്ടാൽ നമ്മൾ ചുമ്മാ ഇരുന്നാലും മേടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, മായത്തിനാ കൂടുതൽ താല്പര്യം. പണ്ട് ഒരിക്കലൊരു മാസയോഗത്തിന് ഭക്ഷണം കൊടുക്കാൻ ക്രമീകരണമുണ്ടായി. വൈകിട്ട് ഞാനും പോയി ചില കാര്യങ്ങൾ ചെയ്തു. രാവിലെ ചെമ്പിനകത്ത് അരി കഴുകി ഇടുക. അപ്പൊ ഞാനിവിടെ കൂടി കഴുകി. അപ്പൊ കഴുകിയപ്പോൾ ഈ കയ്യിലങ്ങ് പശപശാന്ന് ഒട്ടുകയും ഒരു വല്ലാത്ത ഇത്. അപ്പം സഭയിലെ ഒരു മാന്യ മാതാവ് എന്ന് പറഞ്ഞ, അയ്യോ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴുകണമെന്ന്. കുത്തരി കഴുകി വന്നപ്പം വെള്ളയരിയായി. കുത്തരിയാ കഴുകിയത്, കഴുകി മുക്കാലായപ്പോൾ അത് ഏതാണ്ട് വെള്ള അരിയായി. കയ്യിലൊരു പിടുത്തവും പശപശപ്പും ഒക്കെ, വെള്ളത്തിനൊരു കളറ്. അപ്പോൾ ആ സഭയിലെ ആ മാന്യ മാതാവ് എന്ന് പറഞ്ഞു, ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴുകാൻ. എന്നത്തിലെ മായമാണ്.
വർഷങ്ങൾക്ക് ശേഷം, അപ്പൊ ഇത് എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ ഈ അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന സ്ഥലത്ത് ഒരു യോഗത്തിന് കൂടി. അപ്പോൾ യോഗം കഴിഞ്ഞപ്പം ഒരാളെ പരിചയപ്പെട്ടു. പേരുമൊന്നും പറയുന്നില്ല, പേരുമൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. നല്ല മനുഷ്യനാ. എന്തുവാ ജോലി? അപ്പൊ പുള്ളി പറഞ്ഞ് ഇങ്ങനെ ഇതിന്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഓർമ്മയിലുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ പാസ്റ്ററോട് കള്ളം പറയാനും ഒക്കത്തില്ല, അനുഗ്രഹിക്കപ്പെട്ട യോഗം കഴിഞ്ഞ് അങ്ങനെ ഉടനെ കള്ളം പറയുകയും ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞതാ, അതേ ഈ ചില കമ്പനിക്കാര്, പുള്ളിയാന്ന് പറഞ്ഞില്ല, ചില കമ്പനിക്കാര് ഈ അരി കേടാകാതിരിക്കാൻ, അത് പോകാതിരിക്കാൻ ചില മായങ്ങൾ ഇതിനകത്ത് ചെയ്യും. അപ്പോൾ എത്രത്തോളം സത്യമാണെന്നറിയത്തില്ല, പറഞ്ഞതിൻ്റെ വെളിച്ചത്തില്ല. ഈ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ട് വലിയ ബാറിൽ വെക്കും, അതിനകത്ത് ഈ പഴയ ഓയില്, ഇഞ്ചൻ ഓയിലൊക്കെ കിട്ടും. അതുമൊക്കെ കൊണ്ടുവന്ന് വേറെ കെമിക്കലുമൊക്കെ ചേർത്ത് അരിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യും. അതെന്തിനാന്ന് ചോദിച്ച്, എല്ലാവരുടെയും കാര്യമല്ല, പുള്ളി പറഞ്ഞ് ചിലരെന്നാ പറഞ്ഞ്, ആരാന്നൊന്നും എനിക്കറിയാൻ മേല. അപ്പൊ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല പാക്കറ്റ് ആക്കി വെക്കും. ആ അരി എത്ര കൊല്ലം ഇരുന്നാലും ചെള്ളോ പുഴുവോ മറ്റ് കൃമികളൊന്നും അതിനകത്ത് കയറുകയില്ല. പണ്ട് കാലത്ത് പഴയ അമ്മമാരോട് ചോദിച്ചേ, അരി നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തിയാല് ഒരു നിശ്ചയിക്കപ്പെട്ട ദിവസം കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുക്കുത്തുണ്ടാകും, കട്ട കെട്ടിക്കിടക്കും. അത് നോക്കുമ്പോൾ പുഴുവാ അതിനകത്ത്, ചെള്ള് കയറും. ഇപ്പോഴത്തെ ഇത് കൊണ്ടുവച്ച് ചെള്ള ആ താലൂക്ക് കാണുകയില്ല. കാരണം അതുപോലത്തെ സാധനമായി ഇതിനകത്ത് സ്പ്രേ ചെയ്യുന്ന മായം. പക്ഷെ അതിനാ മാർക്കറ്റ്. ശരിയായ നിലയിൽ അരി നെല്ല് കുത്തി പുഴുങ്ങി ഉണങ്ങി വെച്ചാൽ ആൾക്കാർക്ക് ഇപ്പൊ അത് താല്പര്യവും ഇല്ല. ഞാനെന്തിനാ ഇത് പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം, പണ്ട് പനിയോ അതുപോലെ ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി മുന്തിരിങ്ങ മേടിക്കാൻ നിങ്ങൾ ചെന്ന് ഈ മണിയനീച്ച ആട്ടിയച്ചാ മുന്തിരിങ്ങ തരുന്നത്. ഇപ്പൊ നമ്മൾ മുന്തിരിങ്ങ മേടിക്കാൻ ചെന്നേ തൃശ്ശൂർ ജില്ലയിൽ ഒരു മണിയനീച്ച കാണുകയില്ല. കാരണം അതുപോലത്തെ സാധനങ്ങളാണ് ഇതിൽ അടിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം മുന്തിരിങ്ങായും ഒക്കെ മേടിച്ച ചിലര് ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞളും ഉപ്പും കൂടിട്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. കുറേയൊക്കെ മാറുമായിരിക്കും. എല്ലാം മായമാണ്. മായത്തിനാ മാർക്കറ്റ്. ആത്മീക ലോകത്തും ഇത് തന്നെ, മായത്തിനാ മാർക്കറ്റ്. ശരിയായ ഉപദേശം, പ്രമാണം, അവൻ വചനം പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ തൃപ്തിയൊന്നുമില്ല, താല്പര്യമില്ല. എന്നാൽ ഒരു കാര്യം ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാ, അവൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അങ്ങനെ ലിയോ പത്രോസ് പറഞ്ഞിരിക്കുന്നത് വായിച്ച 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച അറിവുള്ള വാക്യമാ. എങ്കിലും വായിച്ചോ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവെടുത്ത് വായിച്ചാട്ടെ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും എല്ലാം 5 കൂട്ടം കാര്യം നീക്കണമെന്ന 5 കൂട്ടം കാര്യം അകത്തുനിന്ന് കളയണം. ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണയെന്നല്ല, എല്ലാ നുണയും ഇത് അകത്തുനിന്ന് നീക്കിക്കിട്ട് പിന്നെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ശുശ്രൂഷിക്കുന്നവരും ഇതിനകത്ത് മായം ചേർക്കാതെ കൊടുക്കണം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ, കൈതരാതിരിക്കുകയോ, കാണുകയോ മിണ്ടുകയോ, അതൊക്കെ പിന്നത്തെ വിഷയം. ഇതിനകത്ത് ഒരു മായവും ചേർക്കരുത്. ഇപ്പൊ ഈ മായമൊക്കെ ചേർക്കേണ്ടത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ ചില യോഗത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് താങ്ങുകയല്ലയോ, അതുകൊണ്ട് മായം ചേർത്താ കൊടുക്കുന്നത്. ചിലയിടത്ത് ചെല്ലുമ്പോഴേ പറയും, ഇന്ന വിഷയം ഇവിടെ പ്രസംഗിക്കരുത്, അത് പ്രസംഗിച്ചാൽ പിന്നെ ഞാനത് കാരണം താമസിച്ചേ ചെല്ലുള്ളൂ, കേൾക്കാൻ നിൽക്കുകയല്ല. ചെന്നാൽ നേരെ എന്നിട്ട് അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരും ഒന്നും മിണ്ടുകയല്ല. എന്നെ ഏൽപ്പിച്ച കാര്യം പറഞ്ഞേച്ച ഉടനെ ഞാൻ പോവുകയും ചെയ്യും. നേരത്തെ ചെല്ലുന്ന നല്ലതാ, പക്ഷെ നേരത്തെ ചെന്ന ചില പ്രശ്നങ്ങളുമുണ്ട്.
ഇതിനകത്ത് യാതൊരു മായവും ചേർക്കരുത്. വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. സ്തോത്രം. ഒരു മായവും ഇതിനകത്ത് പാടില്ല. അപ്പൊ 5 കൂട്ടം കാര്യം അകത്ത് നിന്ന് കളഞ്ഞേച്ച് വേണം വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ. ആട്ടെ, വിഷയമല്ല, അതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയല്ല അകത്തുനിന്ന് കളയണം. വ്യാജഭാവം, എൻ്റെ ഒരഭിപ്രായം പറയാം, നിങ്ങൾ യോജിക്കുമോന്നറിയത്തില്ല. ഇപ്പോഴത്തെ ഈ എന്തുവാ സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ചിലരുടെയൊക്കെ പേരറിയാം. കാരണം നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പോഴാണ് 1-2 പേരുടെ പേര് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ അറിയാം. തൃശ്ശൂരുകാർക്കാകുമ്പോൾ കുറച്ചുകൂടെ അറിയാം. ഞാൻ പറയണ്ടല്ലോ, അവര് നല്ലതുപോലെ അഭിനയിക്കുന്നവരാ, നല്ല മികവാ. എൻ്റെ ഒരു അഭിപ്രായം പറയാം, അവരെക്കാൾ നല്ലതുപോലെ അഭിനയിക്കാൻ കഴിവും നമുക്കാ. അതെ, എന്റെ ഭാഷ പറഞ്ഞാൽ നമ്മുടെ വെട്ടത്ത് വരികയല്ല അവരാരും. ഒരു ഉദാഹരണം പറയാം, ഒത്തിരി ഉണ്ട്, ഒന്ന് പറയാം. അവരെ അഭിനയിക്കുമ്പോൾ കഥ എഴുതി അല്ലെ അതിന്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ചുമതലപ്പെട്ടവരെ കൊടുത്തു. ഒന്നേ അവരത് വായിച്ച് അല്ലെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അതിന്റെ വെളിച്ചത്തിൽ അവര് അഭിനയിക്കുന്നത്. നേരത്തെ പറയണം, ഇന്ന സംഭവം, കഥ ഇന്നതാ, ഇന്ന സമയത്ത് കരയണം, ഇന്ന സമയത്ത് ചിരിക്കണം, ഇന്നതുപോലെ ആക്ഷന്, അതെല്ലാം പറഞ്ഞു കൊടുക്കുക. എനിക്ക് അതിന്റെ വകുപ്പൊന്നും പറയാൻ അറിയാൻ മേല. എന്തായാലും ഇതൊക്കെ നേരത്തെ കൊടുത്ത് അവർ നോക്കി പഠിച്ച്, എന്തുവാ തിരക്കഥ ആയിരിക്കട്ടെ. അപ്പൊ ഇതെല്ലാം നേരത്തെ കൊടുക്കണം. നമ്മുടെ ആൾക്കാർക്ക് തിരക്കഥ നേരത്തെ വേണ്ട, നമ്മൾ അന്നേരം അങ്ങ് അഭിനയിക്കുക. ഉദാഹരണം, അവരോട് പറയും ഇന്നയാള് വന്ന് സംസാരിക്കുമ്പോൾ കരയണം, ഇന്നയാള് പറയുമ്പോൾ ചിരിക്കണം, ഇന്ന ആക്ഷൻ, അത് നേരത്തെ പറഞ്ഞു കൊടുത്തതിന്റെ വെളിച്ചത്തില്ല. അത് ഒത്തില്ലെങ്കിൽ വീണ്ടും അവരൊന്നുകൂടെ, അങ്ങനല്ലേ? അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് അത് വേണ്ട. ഒരു ഉദാഹരണം പറയാം, ഒറ്റ ഉദാഹരണം. എന്തിനാ ഒത്തിരി പോകുന്നത്? ഇപ്പൊ അരി വന്നോന്ന് എല്ലാ അരിയിലും പിടിച്ച് ഞെക്കണ്ടല്ലോ, ഒരെണ്ണം ഞെക്കിയാ മതിയല്ലോ. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഞാൻ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ആ സെന്ററിലുള്ള ഒരു കൂട്ടുവേലക്കാരനെ പറ്റി ആ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ആള് ദോഷം പറയുക. ദോഷം പറഞ്ഞത് ഒത്തിരി ദോഷം പറഞ്ഞ് ഞാൻ തൊട്ടടുത്തിരിപ്പുണ്ട്. അപ്പം ഗുഡ് ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുക. അടുത്തിരുന്ന് പറയുന്നത് കൊണ്ട് കേൾക്കാം. പിന്നെ സംഭവം ഇതായതുകൊണ്ട് പരമാർത്ഥം പറയണം. ഞാനും ചെവി അങ്ങോട്ടൊന്ന് ചായച്ചു. പിന്നെ എന്തിനാ കള്ളം പറ? വായിക്കുന്നിട ഞാൻ ചെവി ഒന്ന് പിടിച്ചു. അപ്പം ആ സെന്ററിലുള്ള വേറൊരു കൂട്ടുവേലക്കാരനെ പറ്റി പറയാൻ പാടില്ലാത്തത് പറയുക. ഏലായിട്ട് കൊടുക്കാൻ സെന്ററിന്റെ സെക്രട്ടറി ഉണ്ട്, വേറെ 2-3 പേരുണ്ട്. സെന്റർ ഏതാന്നും സ്ഥലം ഏതാന്നും എൻ്റെ പെടല് കണ്ടിച്ചാ പറയുകയല്ല. പറയുന്ന മറ്റൊന്നുമല്ല, പുള്ളിയുടെ ഒരു 3 തലമുറ പുറകോട്ട് ഇകഴ്ത്തിയായി പറയുന്നേ. അവരങ്ങനത്തെവരാ ഇങ്ങനത്തെവരാ ഒത്തിരി ഉണ്ടെല്ലാം വിവരിക്കുന്നില്ല. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ ദൈവദാസൻ വേറെ പുസ്തകമായിട്ട് ഇങ്ങോട്ട് വരുന്നു. കയറി വന്ന ഉടനെ ഈ പറഞ്ഞ പുള്ളി, സ്തോത്രം, എന്തുകൊണ്ട് വിശേഷം, പ്രൈസ്തല്ലോ, ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞതേ ഉള്ളൂ, ഇരുന്നാട്ടെ, ചൂട് വേണോ തണുത്തത് വേണോ? ഇത്രയും മറ്റവരഭിനയിക്കുകയല്ല. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ഇത്ര അവരാരും അഭിനയിക്കുകയല്ല, നന്നായിട്ട് നമ്മൾ അഭിനയിക്കും. ഞാൻ ഒരു ഉദാഹരണം തന്നേ ഉള്ളൂ. എന്തിനാ? സ്തോത്രം. വ്യാജഭാവം, ദുഷ്ടത, ചതിവ്, എല്ലാം നുണ. നുണയ്ക്ക് കൂടുതൽ സ്വാധീനം നമ്മുടെ ഇടയില. നമ്മുടെ ആൾക്കാരാ ഇത് പറയാൻ. പിന്നെ ഞങ്ങളുടെ അമ്മ പറയടാ, അവനെ മൊട്ടത്തലയും കുടുംബിയും കൂടെ കൂട്ടിക്കെട്ടുന്നവനാണ്. 2 കുടുംബിയാണെങ്കിൽ ഒന്നിച്ച് കൂട്ടിക്കെട്ടാം, പക്ഷെ മൊട്ടത്തലയായിട്ട് അത്ര കൂട്ടിക്കെട്ടും പാടില്ല.
അകത്ത് നിന്ന് ഇതെല്ലാം കളയണം. ദുഷ്ടത, ചതിവ്, വ്യാജഭാവ, അസൂയ ഇതെല്ലാം നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ ഒരു വളർച്ച ആവശ്യമാണ്. ആ വളർച്ച വിശ്വാസത്താൽ വളരാം. അതല്ലേ 24-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ. അപ്പൊ ഒന്ന് ജനനം വിശ്വാസത്താൽ, രണ്ട് വളർച്ചയും വിശ്വാസത്താൽ. അങ്ങനെ വിശ്വാസത്താൽ വളരുന്ന നീയെ ആ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആരാധന വിശ്വാസത്താൽ ആയിരിക്കണം. 4-ാം വാക്യം വായിച്ചേ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പൊ ആരാധന വിശ്വാസത്താൽ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന വിശ്വാസ കണ്ണാല. ഇവിടെ ഇരിക്കുന്ന ആരും യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. നാം വിശ്വാസ കണ്ണാൽ കാണുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ വിശ്വാസ കണ്ണാൽ കണ്ട ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാം വിശ്വാസത്താല. ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. 10-15 കൂട്ടം കാര്യം പറയണം. നമ്മുടെ വിഷയം അതല്ലല്ലോ. അവൻ ജനനം വിശ്വാസത്താൽ, അവൻ ആരാധന വിശ്വാസത്താൽ, നോഗ അവൻ സ്വന്തം പ്രസംഗം വിശ്വാസത്താൽ. നോഗയുടെ പ്രസംഗം വിശ്വാസത്താല. വിശ്വാസ പ്രസംഗമായിരിക്കണം. അതുവരെ കാണാത്തവയെ പറ്റിയ അരുളപ്പാടിലെ വെച്ച് വിശ്വസിച്ച് പ്രസംഗിക്കുക. ദൈവം തമ്പുരാൻ നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും, ഒറ്റ വാതിലും 3 തട്ടും പല കോഷ്ടങ്ങളായിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. കാരണം വെള്ളപ്പൊക്കം വന്ന് ജനമെല്ലാം വെള്ളം കുടിച്ച് ചാകും. അതുകൊണ്ട് നീ പെട്ടകം ക്രമപ്പെടുത്തണം. അത് ആമേൻ സ്തോത്രം. അതിനുള്ള തടി, ആ തടി ഗോപേർമരം കൊണ്ട് ഗോപേർമരം വെട്ടി അത് സർജന ചാന്തുമെല്ലാം എടുത്ത് നീ ഇത് കീലുമൊക്കെ തേച്ച് ഈ പെട്ടകം പണിയണം. കാരണം ഞാൻ വെള്ളപ്പൊക്കം വായിക്കാൻ പോവുക. അന്ന് വരെ വെള്ളപ്പൊക്കം എന്നതാണോ വെള്ളം പൊങ്ങുന്ന എന്നതാണോ അറിയത്തില്ല. മഞ്ഞുകൊണ്ട് ഭൂമി നനഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ മോശയോട് ദൈവം പറഞ്ഞു. മോശ വിശ്വാസത്താൽ പ്രസംഗിച്ചു. ആൾക്കാരെല്ലാം മോശയെ പരിഹസിച്ചു. നോഹ വിശ്വാസത്താലാ പ്രസംഗിക്കുന്നത്. ആൾക്കാരെല്ലാം നോഹയെ പരിഹസിച്ചു. ഈ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഈ പിള്ളേര് സെറ്റ് എന്തുവാ യൂത്ത് പിള്ളേരെല്ലാം നോഹ പ്രസംഗിക്കുമ്പം പറഞ്ഞത് വട്ടാണെന്ന്. കളവന് പിള്ളേര് പറഞ്ഞത് സാറ് കൊടുത്തിരിക്കുക, പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ എന്ന് പറയുക സ്ക്രൂ ഏതാണ്ട് പോഷനാണിയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് ഈ പൊട്ടനല്ലാതെ വല്ലോരും ചൊല്ലുമോ? എന്നിട്ട് അടുത്ത് വേറൊരുത്തം പറയാ, എടാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്, അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ചു കുളിച്ചാൽ ചറവറ പറയുന്നത് മാറും. ഇപ്പൊ പിള്ളേരെല്ലാം കളിയാക്കുക, ഇളക്കവാ. ഒരുത്തൻ പറഞ്ഞു ഉറക്കമില്ലാത്തതിൻ്റെയാ. ഒരുത്തൻ പറഞ്ഞ് എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഈ ചറപറ പറപറാന്ന് പറയുന്നത് അങ്ങ് കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം. ആൾക്കാരെല്ലാം കാണും പറയാ വെള്ളം കുടിച്ചാകുമെന്ന്. ഇയാൾ അലറിയാവല്ലോ, നടക്കുമോ? കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുളർന്നാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിനി. ആൾക്കാരിങ്ങനെ പരിഹസിക്കുക. പക്ഷെ നോഹയ്ക്ക് ഇതൊന്നും വിഷയമല്ല. നോഹയോട് ദൈവമാ പറഞ്ഞേ, വിശ്വാസത്താൽ പ്രസംഗിച്ചു. വിസ്തരിക്കേണ്ട, നിങ്ങൾക്ക് ആ കാര്യമൊക്കെ അറിയാം. വിശ്വാസത്താൽ പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും ഏറ്റെടുത്തില്ലെങ്കിലും ഗുണപ്പെട്ടില്ലെങ്കിലും തൻ്റെ കുടുംബം പെട്ടകത്തിനകത്ത് കയറി. പത്രോസ് പറഞ്ഞല്ലോ, 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു സ്നാനത്തിന് മുൻകുറിയ. അവൻ മനുഷ്യരായിട്ട് 8 പേര്, നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും ഇതിനകത്ത് കയറി. സ്തോത്രം. പിന്നെ ഇടജാതിയും മൃഗജാതിയും പറവജാതിയും കയറി, ജലജാതി കയറിയില്ല. കയറേണ്ട കാര്യമല്ല, വെള്ളമാണല്ലോ പൊങ്ങുന്നേ. ചുരുക്കി പറഞ്ഞാൽ ദൈവം ഇതിന്റെ വാതിൽ അങ്ങ് അടച്ചു. വാതിൽ അടച്ചു കഴിഞ്ഞപ്പോഴാ പരുവക്കേടായത്. പിന്നെ ചെന്ന് ദൈവം വാതിലടച്ചു കഴിഞ്ഞ് വാതിൽക്കെ ചെന്ന് മുട്ടിയിട്ടൊന്നും യാതൊരു രക്ഷയില്ല. സ്തോത്രം. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിച്ചത് വിശ്വാസത്താൽ പ്രസംഗിക്കണം. ജനനം വിശ്വാസത്താൽ, വളർച്ച വിശ്വാസത്താൽ, ആരാധന വിശ്വാസത്താൽ, അവൻ പ്രസംഗം വിശ്വാസത്താൽ, യാത്ര ചെയ്യുന്നത് വിശ്വാസത്താൽ. അബ്രഹാം എവിടേക്ക് പോകുന്നെന്നറിയാതെ വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ടെന്ന ദൈവപൈതലേ, നിന്റെ യാത്ര വിശ്വാസത്താലായിരിക്കണം. സ്തോത്രം.
വിശ്വാസത്താൽ രാജ്യങ്ങൾ അടക്കിയെന്ന. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇങ്ങനൊരു പ്രയോഗം കൊണ്ട് അവൻ വിശ്വാസത്താൽ മരണകാലത്തിങ്കൽ, അപ്പോൾ മരിക്കാറായപ്പോഴും വിശ്വാസത്താലാ. ഒടുവിൽ വായിക്കുന്ന വിശ്വാസത്തിൽ മരിച്ചു. താഴോട്ട് പഠിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ ഉയർപ്പിച്ചു. അപ്പോൾ ജനനം മുതൽ അവൻ അങ്ങ് ഉയർക്കുന്നത് വരെ, കർത്താവിനോട് സന്നിധിക്ക് ചെല്ലുന്നത് വരെ എല്ലാം വിശ്വാസത്താൽ. അതാണ് ഈ ലേഖനത്തിന്റെ വിശേഷത. ആ ഭാഗം അങ്ങ് വിടുകയാ. ദൈവത്തിന്റെ മകത്ത് നമ്മൾ ചിന്തിച്ച ഭാഗം, ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് അവൻ അത് കണ്ട്. ഒന്നുകൂടെ വായിച്ചേ 13-ാമത്തെ വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ, ദൂരത്ത് നിന്ന് അത് കണ്ടു. നമ്മുടെ വിഷയമനാന്നല്ലോ, ദൂരത്ത് നിന്ന് കണ്ട കാര്യങ്ങളാ. ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്തൊക്കെയായി ദൂരത്ത് നിന്ന് കണ്ടത്? ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ദൂരത്ത് നിന്ന് കണ്ട ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. അത് ഇന്നലെ പ്രാരംഭമായിട്ടൊരു വാക്യം വായിച്ചല്ലോ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലോട്ട് പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, ദൂരത്ത് നിന്ന് ആ കാണുന്ന ഒരു നല്ല അപ്പൻ. ഇവൻ അപ്പനെ കാണാനാ ചെന്നെങ്കിലും അപ്പനാ ഇവനെ ആദ്യം കാണുന്നത്. ഇവൻ അപ്പന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആകണമെന്നുള്ള ചിന്തയോടാ ചെല്ലുന്നത്. പക്ഷേ കൂലിക്കാരനെ പോലെ അല്ല അപ്പൻ ഇവനെ സ്വീകരിച്ചത്. ആമ സ്വന്തം മകൻ, അങ്ങനെ തന്നെ അപ്പൻ സ്വീകരിച്ചത്. ഇതുപോലൊരു അപ്പൻ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലുണ്ട്. ഇന്നലെ ഞാൻ ചിന്തിച്ചല്ലോ, എല്ലാവരും ഇവനെ വല്ലാത്ത രീതിയിലൊക്കെയാ സംസാരിച്ച് പറയുന്നത്. അവന് അങ്ങനത്തവനാ ഇങ്ങനത്തവനാ ആയിക്കോട്ടെ, എന്നാൽ അവൻ്റെ ഒരു ഈ നല്ല ഗുണം ഏതാ, ഈ വീട് വിട്ടു പോകുന്നതിന് മുമ്പും അവൻ ഗുണമുള്ളവനാ. അവൻ്റെ ഒരു ഗുണമാ, അവന് വരേണ്ട പങ്ക് മേടിച്ചോളൂ. അതാണ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത്. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. നമുക്കുള്ളത് മാത്രമേ നമ്മുടെ കൈവശം കാണാവൂ. ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ഇടപാട് തീർക്കണം. സ്തോത്രം. കള്ളയാധാരം ഒപ്പിക്കരുത്. സഹോദരങ്ങളെ ചതിച്ച് വസ്തു സമ്പാദിക്കരുത്. പെങ്ങൾക്കോ സഹോദരങ്ങൾക്കോ കൊടുക്കാനുള്ളതൊക്കെ കൃത്യം കൊടുത്തോണം. ഇല്ലെങ്കിൽ ഇത് പിന്നത്തേതിൽ വിനയായി തീരും. അന്യായമായി സമ്പാദിക്കുന്നവൻ താനിടാത്ത മൊട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിക്ക. അന്യായമായി സമ്പാദിക്കുന്നത് നിലനിൽക്കത്തില്ല. കുരുകിൽ മാറിപ്പോകുന്നത് പോലെ പോകും. നമ്മുടെ കൈ നല്ല വെടിപ്പായിരിക്കണം. ആരെയും ചതിച്ചും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചും ഒരു രൂപ പോലും നമ്മുടെ കൈവശം വരരുത്. ഇപ്പോൾ ചിലരെ ഭീഷണിപ്പെടുത്തിയൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടുണ്ട്, ഭീഷണിപ്പെടുത്തി. ഇപ്പം പിന്നെ എല്ലാവരുടെയും ചില എഴുത്തുകാർ പറയും, സ്തോത്രം, തന്നില്ലെങ്കിൽ ഞാൻ എഴുതി നാറ്റിക്കും. ആയിക്കോട്ടെ, നാറ്റിച്ചോ, പക്ഷെ അത് ഗുണമാകുകയല്ല. ഗുണമായില്ലല്ലോ. എന്നെ കൊണ്ട് നിങ്ങൾ പേരൊന്നും പറയിപ്പിക്കണ്ട, പറയത്തുമില്ല. ഗുണമായില്ലല്ലോ. സന്തതി എന്തിയേ? ഗുണമാകുന്നുണ്ടോ? സ്തോത്രം. ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചും പീഡിപ്പിച്ചും അങ്ങനെയൊക്കെ ഒന്നും പാടില്ല. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. ഞങ്ങളുടെ വല്യമ്മച്ചി പറയടാ, ഒരയ്ക്കാൻ ഒത്തിരി പേര് കാണും, കുടിക്കാൻ ഒരാളെ കാണുകയുള്ളൂ. ഒരയ്ക്കാനേ ഇഷ്ടംപോലെ മരുന്നിരിക്കുകയല്ലേ. ഒരയ്ക്കാൻ ഒത്തിരി പേര് കാണും, കുടിക്കുന്നത് ഒരാളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. ന്യായത്തിന് നിരക്കാത്ത, നീതിക്ക് നിരക്കാത്തതൊന്നും നമ്മുടെ കൂടാരങ്ങളിൽ കാണരുത്. അതല്ലയോ കൂടാരത്തിനകത്ത് അവൻ കുഴിച്ചിട്ടെന്നാ എഴുതിയേക്കുന്നത്. ഇല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? എരികോ കോട്ട പിടിച്ചു, അവനെ ഉന്നം വെച്ചത് 3 സാധനങ്ങളാ അടിച്ചു മാറ്റി. സ്തോത്രം. വിശേഷമായ ബാബിലോണ്യ മേലങ്കി, ഒരു പൊൻകട്ടി, വെള്ളിക്കട്ടി, ഇത് 3ഉം അടിച്ചു മാറ്റി. എന്നിട്ട് അവസാനം ഇവനെ പിടികൂടിയപ്പോൾ, ഇവനെ ഈ ഗോത്രത്തെ പിടിച്ചപ്പോഴേ ഇവൻ ഏറ്റു പറയേണ്ടതാ. യഹൂദാ ഗോത്രത്തെ പിടിച്ചപ്പോഴേ ഇവൻ ഏറ്റു പറയേണ്ടതാ. മിണ്ടിയില്ല. അവനോടത്ത്
കുഴപ്പമില്ലെന്ന്. ഒടുവിൽ ഇവനെ പിടികൂടി ചോദിച്ചു, എന്ത് ചെയ്യാന്ന് ചോദിച്ചു. ഈ വിശേഷമായ ബാബിലോന്യമേലെങ്കിൽ പൊൻകട്ടി വെള്ളിക്കട്ടി. അവൻ പറഞ്ഞൊരു പദമുണ്ട്, അത് കൂടാരത്തിൻ്റെ നടുവിൽ. ഒരു കാര്യം പറയാം, കൂടാരത്തിൻ്റെ നടുവിൽ ഇതല്ല കുഴിച്ചിടേണ്ടത്. നമ്മുടെ കൂടാരത്തിൻ്റെ നടുവിൽ ദൈവമായിരിക്കണം. സ്തോത്രം. നാം കൂടി വരുന്നതിന് നടുവിൽ കർത്താവ് ഉണ്ടായിരിക്കണം. ഇത് കൂടാരത്തിന് നടുവിൽ കൊണ്ട് കുഴിച്ചിട്ടത് ആവശ്യമില്ലാത്തതൊക്കെയാണ്. ഒടുവിൽ അവനെ പിടികൂടി. നമ്മുടെ കൂടാരത്തിൽ ഇതൊന്നും കാണരുത്, കൈവെടിപ്പായിരിക്കണം. അപ്പൊ ഇവന്റെ ഒരു വിശേഷത, ഇവന് ന്യായമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനാ. അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് വസ്തുവിൽ വരേണ്ട പങ്ക്, എൻ്റെ പങ്ക് വേറെ ആരുടെ എനിക്ക് വേണ്ട. അതൊരു നല്ല കാര്യമാണ്. എന്തിനേറെ ഇവൻ്റെതെല്ലാം മേടിച്ച് ചില ദിവസം കൊണ്ട് ഇതെല്ലാം കൂടെ സ്വരൂപിച്ച് ഇവൻ ദൂരദേശത്തേക്ക് യാത്രയായി. എങ്ങനെയാ പോകുന്നു, എവിടേക്കെയാ പോകുന്നു, എന്താ ചെയ്തെന്നൊന്നും വ്യക്തമായിട്ട് അധികമൊന്നും വിശദീകരിച്ചിട്ടില്ല. എങ്കിലും ചില പരാമർശങ്ങളുണ്ടതൊന്നും വിസ്തരിക്കുന്നില്ല. എന്നാൽ ഇവൻ്റെ കൂട്ടുകാർ ധാരാളം വന്ന്, കാശുള്ളപ്പോൾ കൂട്ടുകാർ ഒത്തിരി കാണുമേ. നല്ല മൊബൈലും നല്ല വണ്ടിയും കാശും ATM കാർഡും ഒക്കെ ഉള്ളപ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാർ വരും. കൂട്ടുകാർ നിന്നെ നന്നായിട്ട് നല്ല സുഖിപ്പിച്ച് വർത്താനോ പറയും. പണ്ട് പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദൈവനാശൻ, അദ്ദേഹത്തെ കളിപ്പിച്ച് കാശ് മേടിക്കുന്ന ബിരുദന്മാരും ഉണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ പുള്ളി ഒരു പരമാർത്ഥി തന്നല്ല, പുള്ളിക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ വിവേചിക്കാനുള്ളൊരു കഴിവില്ലതാ. ഇവര് ചില ശിങ്കിടികളൊക്കെ ഓഫീസിൽ ചെല്ലും. ചെന്ന് ഏത് ഓഫീസാന്ന് എവിടാന്നൊന്നും പറയത്തില്ല. ചെന്ന് വെച്ച് പുള്ളിയോട് പറയും, പുള്ളി ഇങ്ങനെ വലിയ രാജാവിനെ പോലെ ഇരിക്കുക, ഒരു ചെറിയ പൊങ്ങനുമാ. ഈശോന്നോ പിന്നെ. അപ്പൊ പുള്ളി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഈ ശിങ്കിടികൾ എന്ന് വെച്ച് പറയും, സാറേ. ഓ, ഈ സാറേ എന്ന് വിളിക്കുന്നത് തന്നെ പുള്ളിക്ക്. പിന്നെ 5ാം ക്ലാസ് പോലും ജയിക്കാത്ത ആളിനെ കയറി സാറേ എന്ന് വിളിക്കുമ്പം അപ്പൊ ചോദിക്കും, സാറേ. ഓ, അപ്പം ഇത് അടിച്ചു മാറ്റാനാ എവർ എന്ന് വെച്ച് പറയും, സാറേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അവിടെ വന്ന് ശുശ്രൂഷിച്ചല്ലോ. ആ, എന്തുവായിരുന്നു? ഉടനെ സാറ് എന്തുവായിരുന്നു? ഓ, തീയായിരുന്നു. ഉടനെ സാറ് ആന്നു. പിന്നെ ഇപ്പോഴും ആൾക്കാർക്ക് അവിടെ സംസാര വിഷയമാ. ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരാൾ പറഞ്ഞ, ഒരു സ്റ്റേജിൽ ഒരു തീ ഓടി നടന്നായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ സംസാരമാണ് പറഞ്ഞു. തന്നെയല്ല, ഒരാൾ പറഞ്ഞു, സാറ് സ്റ്റേജിൽ കൂടെ ഓടിയപ്പോൾ 3 ദൂതന്മാർ ആ തെക്കേ മൂല നിൽക്കുന്ന കാലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അടി അങ്ങ് എഴുന്നേക്കും. പുള്ളിക്ക് ഇത് കേൾക്കുന്ന ഒരു ചെറിയ യവന്മാർ കാശടിച്ച് മാറ്റാൻ വന്നതാണ്. ഉടനെ തന്നെ പുള്ളി മേശ തുറന്ന് ചെക്ക് എഴുതി കൊടുക്കുക. നിന്നെ കണ്ടമാനം ഇങ്ങനൊക്കെ പുകഴ്ത്തുമ്പോഴേ നെകളിക്കരുത്, അത് കണ്ട് ഇളകുകയും ചെയ്യരുത്. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, തലയാഴ്ച ഓശാന പാടിയവരാ പിറ്റേ ആഴ്ച നിന്നെ ക്രൂശിക്കാൻ പോകുന്നേ. ഇതാ ലോകം, ഇതാ സമൂഹം, ഇതാ ആത്മീക ലോകം. ഇതൊക്കെ തന്നെ. തലയാഴ്ച ദാവീദ് പുത്രന് ഹോശന്ന ഹോശന്ന എന്ന് അവൻ വിലയേറിയ വസ്ത്രമെല്ലാം വടിയിൽ വിരിച്ച് വൃക്ഷത്തിന്റെ കൊമ്പുമെല്ലാം കൂടെ വെട്ടി അവൻ അത് വഴിത്തലക്കിലിട്ട് ഹോശന്ന പാടി ആൾക്കാരെ പിറ്റേ ആഴ്ച പറഞ്ഞു, അവനെ ക്രൂശിക്ക, അവനെ ക്രൂശിക്ക. ഇതാ ലോകം. അപ്പൊ കാശും പുത്തനും ചുറ്റുപാടുമൊക്കെ വർദ്ധിക്കുമ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വന്തം അനിയനാ, സ്വന്തം ചേട്ടനാ, ഗതിയില്ലെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ചേട്ടന് നല്ല ചുറ്റുപാട്, അനിയന് നല്ല ക്ഷീണം. നമ്മൾ ചേട്ടനോട് ചോദിക്കുക, സ്തോത്രം, അപ്പുറം താമസിക്കുന്ന ജോയിക്കുട്ടി ആയിട്ട് എങ്ങനെയാ ബന്ധം? ഉണ്ടപ്പോൾ ഞാൻ ഏതപ്പറേ? നിങ്ങളുടെ തൊട്ടപ്പറേ? ഞങ്ങളുടെ പറയോ? നിങ്ങളുടെ വീടിന് 2 വീടിനപ്പറേ? ജോയിക്കുട്ടി അല്ലേ? നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. സ്വന്തം അനിയനാ, മൈൻഡ് ചെയ്യത്തില്ല. ഇതാ ലോകം. അതേസമയം കാശും ചുറ്റുപാടും പുത്തനും ഒക്കെ ഒന്ന് വർദ്ധിക്കട്ടെ, ബന്ധമില്ലെങ്കിലും വന്ന് ബന്ധമാകും. അങ്ങനെയുള്ള ആൾക്കാർ ആത്മീക ലോകത്തുമുണ്ട്. ചുമ്മാ അങ്ങ് ബന്ധം പറയും. ഞാൻ പണ്ട് ഇപ്പോഴും ഓർക്കുന്നത് പത്തനാപുരത്ത് EC ജോർജ് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വിവാഹ ശുശ്രൂഷ നടത്തി.
അദ്ദേഹത്തെ പറ്റി അറിയാമല്ലോ, നല്ല ചിട്ടയും നിഷ്ഠയും കർക്കശക്കാരനാ. അപ്പൊ അദ്ദേഹം വിവാഹ ശുശ്രൂഷയ്ക്ക് പുള്ളി അതെല്ലാം നടത്തിയത്. അപ്പോൾ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ സ്റ്റേജേ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞു. അപ്പൻ ഇത് പറഞ്ഞേച്ച് അവിടോട്ട് മാറി നിന്നു. ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പം വേറൊരു സഹോദരൻ പെട്ടെന്ന് വന്ന് മൈക്കെടുത്ത് പ്രൈസ് ലോൺ ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പം EC ജോർജ് അപ്പച്ചനെ മൈക്കെടുത്ത് അങ്ങ് പറയുക. ഷർട്ടയെ പിടിച്ച് ജിബായെ പിടിച്ചൊന്ന് വലിച്ചേച്ച് ചോദിച്ചു, ഏതാന്ന് ചോദിച്ചു. ഉടനെ ആ സഹോദരൻ തിരിഞ്ഞേച്ച് പറഞ്ഞു, ഞാൻ ചെറുക്കൻ്റെ അപ്പനാന്ന്. ഉടനെ EC അപ്പച്ചൻ, അപ്പൊ പിന്നെ അതോ സ്വന്തം അപ്പനാന്ന് മുമ്പേ കൂറ് മാറിയേച്ച് അവിടെ ഇരുന്ന്. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, അപ്പൊ അതോ? ഉടനെ പുള്ളി പറഞ്ഞു, അതപ്പൻ, ഞാൻ ഉപ്പാപ്പൻ. ഓ, എന്നാ ഇരുന്നാട്ടെന്ന് പറഞ്ഞു. വളച്ചു കെട്ടി ഇല്ലാത്ത ബന്ധമെല്ലാം നിർമ്മിക്കുന്ന ആൾക്കാരുണ്ട്. നിനക്ക് നല്ല ചുറ്റുപാടും സാവകാശവും സാഹചര്യവും പണവും പ്രതാപവും പേരും പ്രശംസയൊക്കെ ഉണ്ടെങ്കിൽ അനേകര് ബന്ധം കൂടാൻ വരും. ഇതൊന്നുമില്ലാതിരുന്നേ നിന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നീ തളർന്നു പോകരുത്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു യേശുവുണ്ട്. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ, വിടക്കം നെണ്ണുമ്പോൾ, നിന്നെ ആക്ഷേപിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്നെ വകവരുത്തുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ നോക്കുമ്പോൾ, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു യേശുവുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ നീ വന്നാൽ നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. ഇവന് സമ്പത്തുമൊക്കെ ഇഷ്ടം പോലെ ആയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ വന്നു. എല്ലാവരും സല്ലപിക്കാനും ആനന്ദിക്കാനും ഒക്കെ. അങ്ങനെയാണല്ലോ എന്നെല്ലാം കാര്യങ്ങളാ. വലിയ വില കൂടിയ മൊബൈലും വണ്ടിയും ചുറ്റുപാടുമൊക്കെ ആയിട്ട് അങ്ങ് കറങ്ങി നടക്കുക. എന്തിനേറിയ ഭാഗം നിങ്ങൾക്കറിയാം, മുഴുവൻ നശിച്ചു, നാനാവൃതമാക്കി, എല്ലാം തകർന്ന് ഒടുവിൽ ഇവന് മുട്ടു വന്നു തുടങ്ങി. അഷ്ടിക്ക് പോലും വകയില്ലാതെ മുട്ടു വന്നു. മുട്ടു വന്നപ്പോൾ ദേശത്ത് ഉന്നതനായ മനുഷ്യൻ്റെ അടുക്ക ചെന്ന് ചോദിച്ചു, എന്തേലും ജോലി. പന്നികളെ മേയിക്കുന്നത് നികൃഷ്ടമായ, യഹൂദനോട് ബന്ധപ്പെട്ട് ഇത് നികൃഷ്ടമായ പണിയാ. ആ പണിക്കാ ചെന്നത്. പന്നി തിന്നുന്ന വാള വരെ തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും പന്നി കൊടുത്തില്ല. ഒടുവിൽ അവൻ ആകെ പ്രയാസപ്പെട്ട്, അവിടെ ഒരു വാക്യമുണ്ട്, അവന് സുബോധം ഒരിക്കൽ വന്നു. അവന് സുബോധം വന്നപ്പോൾ അവൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര പേര് തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് ഇവിടെ നശിച്ചു പോകയാ. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് കാര്യമെല്ലാം തുറന്നു പറയും. അപ്പൊ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എന്തിനേറെ ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അപ്പൻ്റെ അടുക്കൽ അപ്പനെ കാണാൻ ചെല്ലുക. അതാ നമ്മൾ വായിച്ചത്, ഇവൻ അപ്പനെ കാണാൻ ചെന്നെങ്കിലും അപ്പൻ ഇവനെ ദൂരത്ത് നിന്ന് കണ്ടു. ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു നല്ല കർത്താവുണ്ട്, നിന്നെ അത് മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ആ അപ്പൻ്റെ അടുക്കൽ ഇന്ന് രാത്രി നീ കടന്നു വന്നാൽ നിനക്ക് രക്ഷയാ. അപ്പൻ ദൂരത്ത് വെച്ച് അവനെ കണ്ടു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് അവനെ വീട്ടിലേക്ക് അകത്തേക്ക് കൊണ്ടുപോയി. ബാല്യക്കാരോട് പറഞ്ഞ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. എന്നാ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അവൻ തടിപ്പിച്ച മൃഗത്തെ പിടിച്ച് അറക്ക്, ഇവന്റെ കാലിന് ചെരുപ്പ്, മോതിരം, അവൻ നല്ല അങ്കി എല്ലാവരും ധരിപ്പിക്കണം. ഇവൻ മരിച്ചവനായിരുന്നു, വീണ്ടും അവൻ ജീവിച്ചു വന്നിരിക്കുക. മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ആത്മതപനത്തോടെ അനുദപിച്ച് വരുന്ന ഏതൊരു വ്യക്തിയെയും ചേർത്തണയ്ക്കുന്ന ഒരു നല്ല അപ്പൻ സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി ആ പിതാവിന്റെ അടുക്കലേക്ക് നീ കടന്നു വന്നാൽ ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല. എന്തിനേറെ ആ ഭാഗം നിങ്ങൾക്കറിയാം. ആ വീട്ടിൽ ഇവനെ കൊണ്ടുചെന്ന് ഇതെല്ലാം ക്രമപ്പെടുത്തി എല്ലാവരും സന്തോഷിച്ച് ആനന്ദിക്കുക. ഒരു ചിന്തയും കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. സ്തോത്രം. ഇവന്റെ ചേട്ടൻ വന്ന് വെളിയിൽ നിൽക്കുക, വരയ്ക്കകത്ത് കയറാതെ അവൻ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക. മിക്കയിടത്തും ചേട്ടന്മാരായി പ്രശ്നം ഉണ്ടാക്കുന്നത്. അവന് ഗുണമാകുന്നുമില്ല, പ്രശ്നക്കാരനുമാണ്. മറ്റവൻ അനുദപിച്ച് മടങ്ങി വന്നു. മറ്റവൻ എന്ത് ചെയ്താൽ പെരയ്ക്കകത്ത് കയറുകയല്ല, അവൻ വെളിയിൽ നിന്ന് കമ്മിറ്റി കൂടുക. ഇവൻ്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇവൻ മര്യാദക്കാരന്, അവൻ്റെ പങ്കാ ചോദിച്ചത്. രണ്ടാമത്തെ ഇവൻ്റെ ഒരു ഗുണം, ഇവൻ ഈ അനുദപിച്ച് വന്നപ്പോൾ ഇവൻ നേരെ അപ്പൻ്റെ അടുക്കലോട്ട് വരിക. എന്ന് പറഞ്ഞാൽ ഏതായാലും എങ്ങനെ അപ്പനെ കാണുമെന്നോർത്ത് ചിന്തിച്ചല്ല, ഇവൻ ഉപ്പാപ്പൻ്റെ അടുക്കലല്ല പോയത്, നേരെ അപ്പൻ്റെ അടുക്കൽ. എന്ന് പറഞ്ഞാൽ നിനക്ക് ഡയറക്റ്റ് ദൈവമായിട്ട് കാര്യം പറയാം.
ഒരു മധ്യസ്ഥനും ഇതിനിടയ്ക്ക് വേണ്ട. അവൻ ആ വീട്ടിൽ വന്ന് ഉപ്പാപ്പനെയും കൊച്ചപ്പനെയും ഒന്നും തപ്പി നടന്നില്ല, ഇടയ്ക്ക് നിൽക്കാൻ ആരെയും വിളിച്ചില്ല. അവൻ നേരിട്ട് അപ്പനോട് കാര്യം പറയും. ഒരേ ഒരു മധ്യസ്ഥനയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു നായകനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു രക്ഷകനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരേ ഒരു പരിശുദ്ധനെയുള്ളൂ, അത് ദൈവം തമ്പുരാൻ മാത്രം. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ അടുക്കൽ അനുദപിച്ച് കടന്നു വരണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇവനകത്ത് കയറി ആ ഭാഗവും കൂടെ പറഞ്ഞങ്ങ് വിടുക. അപ്പം അപ്പനെ ഈ മേശമേൽ ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ഇവൻ പന്നിയുടെ വാള വരെ തിന്നാൻ ആഗ്രഹിച്ചെങ്കിലും കൊടുത്തില്ലേ. കുട്ടൻ പന്നിക്ക് ഒന്നാതെ ബോധമുള്ളതല്ല. ഇവൻ കൈയിടാൻ ചെല്ലുമ്പോൾ പന്നി ഇടിക്കും. ഇവനാകെ പരുവക്കേടായി, വിശപ്പ് കൊണ്ട് പ്രാണനെല്ലാം തല്ലി ഇവനെ പരുവക്കേടായിട്ടാണ് വന്നത്. ഒടുവിൽ ഇവനകത്ത് കയറിയപ്പോൾ മേശമേൽ ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇരിക്കുക. എന്തെല്ലാം സാധനങ്ങൾ അപ്പൻ്റെ വീട്ടിലല്ലേ. ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി വെച്ച് നോക്കിയാൽ ചിക്കന്, കാല്, പിന്നെന്തുവാ, മട്ടന്, പിന്നെന്തുവാ, കറങ്ങുന്ന ഉണ്ടല്ലോ. നിങ്ങൾ എന്നാ പഴങ്കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ? നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാനും വേല. അൽഫ, അത് പറ, ഓരോന്നോരോന്ന് പറ. അപ്പൊ ഇതെല്ലാം അൽഫ, പിന്നെ തന്തൂരി, പിന്നെ കുഴിമന്തി. ആയിക്കോട്ടെ, മിക്കവാറും കുഴി ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിരിക്കുക. ഇവന് ഇതെല്ലാം കണ്ടവൻ്റെ അകവാള് വെട്ടി. കൂലിക്കാര് ഒരുത്തനെ പോലെ ആക്കണമെന്നും പറഞ്ഞായി വന്നത്. പക്ഷേ ഇവൻ്റെ ഈ മേശപ്പുറത്ത് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കും. എന്തെല്ലാം സാധനങ്ങളാണ്. അപ്പം ഇവനെ അപ്പം പറഞ്ഞു, ജോയിക്കുട്ടി കഴിയടാന്ന് പറഞ്ഞു. ഇവനെ കഴിക്കാൻ പറഞ്ഞെങ്കിലും കഴിക്കാൻ അങ്ങോട്ട് ഗൽഗതം കൊണ്ട് ഒക്കുന്നില്ല. ഇവനെ ഈ ചിക്കനും മന്തിയും മട്ടനും കരിമീൻ മപ്പാസും നമ്മുടെ രീതി അനുസരിച്ച് അങ്ങ് പറയുക, വറുത്തതും ഇതെല്ലാം നെന്മീനും ഇതെല്ലാം കണ്ടേച്ച് ഇവനെ അപ്പൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പം കണ്ണുകൊണ്ട് കാണിച്ച് കഴിച്ചോളാൻ. ഒരുത്തൻ വെളിയിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഇവന് കഴിക്കാനുള്ള യോഗവും ഇല്ല, ഇവൻ ഇതിനകത്ത് കൂടുകയില്ല. ഇവൻ പഴയ ആളാണെന്നും പറഞ്ഞ് വെളിയിൽ നിന്ന്, ഞാനിവിടെ പണ്ട് മുതലേ ഉള്ളതാ, തൃശ്ശൂരെ ആദ്യത്തെ പെന്തിക്കോസുകാർ ഞങ്ങളാണ്. ആയിക്കോട്ടെ, ഇവൻ വെളിയിൽ നിൽക്കി, അകത്ത് കയറുന്നില്ല. മറ്റവൻ എന്നാലും അകത്ത് കയറി ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അപ്പം പറഞ്ഞ് കഴിയടാന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്താൽ കഴിക്കുകയല്ല. അപ്പം ഇവന് അപ്പൻ്റെ മുഖത്തോട്ട് നോക്കിയേച്ച് ഈ ഭക്ഷണമെല്ലാം നോക്കിയേച്ച് ഇവൻ പാടിയ പാട്ട് ടി കെ ശോമേല കൃത്യമായിട്ട് എഴുതി. ഈ വിഷയത്തെപ്പറ്റി 3 പേര് പാട്ടെഴുതി. എം ഇ ചെറിയാച്ചനും എഴുതി, സൈമൺ സാറും എഴുതി, ടി കെ ശൗമേലും എഴുതി. പക്ഷെ കൃത്യത്തിന് നല്ല കൃത്യമായിട്ട് ഒപ്പിച്ചത് ശൗമേൽ സാറാണ്. നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയാം, എം ഇ ചെറിയാച്ചൻ എഴുതിയ പാട്ടിൻ്റെ വരി ഇങ്ങനെ, അറിയാവുന്നവർ പാടിക്കോ? ഇവൻ പാടുക, എല്ലാം തുലച്ചു നീജ പന്നീയിൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എല്ലാം തുലച്ചു നീജ പന്നീയിൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരും നപ്പനെ. എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരും നപ്പനെ. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറയണം, അത് കാരണം നിഷ്പക്ഷമായിട്ടാണല്ലോ സംസാരിക്കണ്ടേ. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ കൃത്യത്തിന് ഉപദേശപരമായ പാട്ടുകൾ എഴുതിയിരിക്കുന്നതിൽ ബ്രദറുകാർ തന്നെ കുറച്ചുകൂടെ മെച്ചം. നല്ല പാട്ടാ, അല്ല നിങ്ങൾക്ക് വലിയ തൃപ്തി വരികയില്ലെന്ന് എനിക്കറിയാം. നല്ല അവർ 3 പേരും കൂടെ 3 പാട്ട് നല്ല കൃത്യത്തിന് ഉപദേശപരമായ വിഷയങ്ങളിൽ അവർ നല്ല പാട്ടെഴുതും. പിന്നെ നമ്മുടെ ഇടയിൽ ഇപ്പം പാട്ടെഴുതുന്നുണ്ട്, പാട്ടെഴുതിക്കൊണ്ട് വന്നങ്ങ് പാടുക. ഇതെന്തുവാന്ന് പോലും അറിയാൻ മേല. ദൈവം എനിക്ക് ഇന്നലെ ഒരു പാട്ട് തന്നു, എന്നാ പെട്ടെന്ന് പാടിക്കോ ബാക്കുട്ടി, നിന്നങ്ങ് പാടുക. എന്നാലേ കുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. ചില സഭയിലുണ്ട് പാട്ടുമൊക്കെ ദൈവം തന്ന പാട്ടാന്നും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ അവർ പാടിക്കുകയല്ല. ഒന്നാമത് തന്നെ ഇവിടെ പാടാൻ വേറെ ആളുണ്ട്. അപ്പച്ചാ എനിക്ക് ദൈവം തന്ന പാട്ടാ, അപ്പച്ചൻ പറഞ്ഞ് പാട്ട് ചെയ്താ ഞാൻ നോക്കട്ടെന്ന് പറയും.
അപ്പച്ചനത് നോക്കും, പിന്നെ സെൻറ്ററിലൊന്ന് കൊടുക്കും, അവർ നോക്കും, പിന്നെ അതിൻ്റെ പ്രധാന സ്ഥലത്തൊക്കെ ആക്കി അവർ നോക്കും. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തും, നോക്കാനുണ്ടെങ്കിൽ നോക്കും. എന്നുവെച്ചാൽ ഈ എഴുതിയ പുള്ളിയെ കൊണ്ട് പാടിക്കത്തുമില്ല, അതിനും വേറെ ആളാണ്. ഇത് നമ്മുടെ ഇടയിൽ അന്ന് രാത്രി പാട്ട് കിട്ടിയെന്നും പറഞ്ഞ് നേരെ വന്നങ്ങ് പാടുക, ഇത് എന്നതാന്ന് പോലും അറിയത്തില്ല. ഇടയ്ക്ക് ഞാൻ കയറിയൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ എം ചെറിയാച്ചൻ എഴുതിയിരിക്കുന്ന വരി, എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കടിച്ചു, എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും തന്നെന്ന. സൈമൺ സാറ് ഈ ഭാഗത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ജോസേ വരി ഏതാ? ഇങ്ങ പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമ്മ കാലങ്ങൾ മറന്നു പോയി സാധു. പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമ്മ കാലങ്ങൾ മറന്നു പോയി സാധു. മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരുന്നു. മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരുന്നു. കാരുണ്യ പൂരാ കടലേ കരളാല് യുഗദിനമനു കാരുണ്യ പൂരാ കടലേ കരളാല് യുഗദിനമനു കാരുണ്യ. അപ്പോൾ സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് പന്നികൾ തിന്നുന്ന തവിട്ട് ഭുജിച്ച നിന്യമാ കാലങ്ങൾ മറന്നുപോയി സാധു. ഇടയ്ക്കൊരു കാര്യവും കൂടെ പറയും. ഇതൊക്കെ ഇതിപ്പോൾ ക്ലിയർ ആക്കി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീക ലോകത്ത് ഇപ്പം ഈ സംഗീത ശുശ്രൂഷ ഞാൻ ബഹുമാനിക്കുന്നതാണ്. ഇവരെയൊക്കെ ബഹുമാനിക്കുക, എല്ലാ പാട്ടുകാരെയും എനിക്ക് ബഹുമാനമാണ്. സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ മിക്ക ഇടങ്ങളിലും ഇത് അപാകതയായിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം പാട്ടിൻ്റെ വരിയും ശബ്ദവും ഒന്നും കേൾപ്പിക്കുകയല്ല. വാദ്യമേളങ്ങളുടെ ശബ്ദമാണ് മിക്കയിടത്തും മേളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് എന്തുവാ പാടുന്നെന്ന് എല്ലാവർക്കും വലിയ തിട്ടവുമില്ല. ഉപദേശ പ്രസംഗാണോ, ഉപദേശം ഉള്ളതാണോ, പ്രമാണമുള്ളതാണോ എന്നറിയത്ത്. പിന്നെ ഒരു വലിയ ഒരു ഓളം ബഹളമാണ്, അത് പാടില്ല. ഏത് പാട്ടാണെന്ന് മനസ്സിലാക്കണം, മനസ്സിലാക്കി വേണം പാടാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കങ്ങടിക്കടുത്ത കാനത്തൊരു വീട്ടിൽ, എനിക്ക് തോന്നുന്നു ഒരു 28 കൊല്ലം മുമ്പാണ്, അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് ഒരു വീട്ടിൽ ജോയി ഫിലിപ്പ് എന്ന് പറയുന്ന കർത്തദാസന്റെ വീട്ടിൽ വിളിച്ചു. അടുത്ത അമ്മച്ചി അന്നുണ്ട്. അമ്മച്ചി പള്ളിപ്പാടല്ല പായിപ്പാടുകാരിയാ, ബിയ്യപുരം പായിപ്പാട്. ഒരു കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസനുണ്ട്, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനായി ഇപ്പം IPC കോട്ടയം സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ജോയി ഫിലിപ്പ് പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ പിതാവ് കട്ടേക്കൊച്ചായൻ എന്ന് പറയും. ആ കട്ടേക്കൊച്ചായൻ്റെ സഹധർമ്മിണി അമ്മച്ചി പായിപ്പാടുകാരിയാ, നല്ലൊരു അമ്മയാ. അപ്പൊ അമ്മച്ചി അകത്ത മുറിയിൽ ക്ഷീണിതയായിട്ടിരിക്കുക. ഞാൻ വാതിക്കലത്തെ മുറിയിൽ നിന്നാ പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാട്ട് പാടി തുടക്കത്തില്, പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമ കാലങ്ങൾ മറന്നു പോയി സാധു. മന്നവനെ തിരുമേശയിൽ നിന്നും സ്വർണ്ണകര ഭോജനം ഞാൻ തിന്നു വരുന്നു. ഈ പാട്ട് പാടി. അപ്പൊ ഈ ജോൺ ഫിലിപ്പിന്റെ ഇളയ മകനെ ചെറുപ്പം ഇവൻ ഇത് മനസ്സിലായില്ല വരികളൊന്നും. അത് കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേന്ന് ഇവൻ പാടി നടക്കുക. അത് പറയാനാ. പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ച നിന്യമകാലങ്ങൾ മറന്നു പോയി സാബു. അപ്പൊ ഇവനെ സാബു അങ്ങാണ്ട് ഈ കാര്യം മറന്നു. സാധു എന്നാ പ്രയോഗം ഇവൻ ഇതത്ര തിരിഞ്ഞുമില്ല, മനസ്സിലായില്ല. അവൻ പിറ്റേന്ന് പാടുക, പന്നികൾ തിന്നുന്ന തവിട്ട് പൂജിച്ചു നിന്യമാകാലങ്ങൾ മറന്നുപോയി സാബു. പിന്നെ അമ്മച്ചി പിന്നത്തെ പറഞ്ഞു, എടാ സാബു അല്ല സാധു. അപ്പൊ ഇത് പാട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കണം. നന്നായിട്ട് പാടുന്നവരുണ്ട്, ആ പാട്ടിന്റെ വരി, പദം, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വേറൊരു സഹോദരൻ, ഇതൊക്കെ എന്തിനാ ഈ പറയുന്നത് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഒരു സഹോദരൻ ഒരു സഭയുടെ പ്രധാനപ്പെട്ട യൂത്തിന്റെ മീറ്റിങ്ങിന് ധാരാളം ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് പ്രോഗ്രാം കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിനക്കെന്തുവാ പ്രോഗ്രാം? ഞാൻ പാട്ടാ പാടുന്നത്. അപ്പൊ ഇവന് പാടാനുള്ള അത്ര ഒരു ഇല്ല, ട്യൂണും അത്ര ശ്രുതി ഒന്നും ഒക്കുകയല്ല, വലിയ ഇത് ഇല്ല, കുറ്റം പറയുകയല്ല, ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു,
നീ അത് പാടാതിരിക്കുന്നതാണ് നല്ലത്. ഉടനെ പറഞ്ഞു, ഞാൻ സംഗീതം പഠിച്ചതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഏത് പാട്ടാ പാടുന്നത്? വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ അന്ന് നല്ല പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു പാട്ടുണ്ട്, ഇപ്പോഴും ആ പാട്ട് നല്ലതാ. ഞാൻ ചോദിച്ചു, നീ ഏത് പാട്ടാ പാടുന്നത്? അമ്പയറുശലേം. ഞാൻ പറഞ്ഞു, അത് പാടാതിരിക്കുന്നതാ നല്ലത്. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തു. ആട്ടെ. സമയമായി, വലിയ സദസ്സ. ഇവൻ സമയമായപ്പോൾ പാൻറ്റുമൊക്കെ ടിൻ ചെയ്ത് ഒരു ടൈയുമെല്ലാം കെട്ടി. സമയമായപ്പോൾ കയറി വന്ന് മൈക്കെടുത്ത്, അന്ന് ഇപ്പൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, നിന്നേച്ചേ അവരെ കൈ കാണിച്ച് താളം കൊണ്ട് ഇവൻ പാടുക. അമ്പയറൂശലേം നമ്പരിൻ കാഴ്ചയിൽ നമ്പരെ വരുന്ന നാൾ. മുഴുവൻ നമ്പരാ. എന്താ ഞാനിത് സൂചിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ആത്മിക ശുശ്രൂഷയിൽ സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. ആ പാട്ടിന്റെ വരികളും പദങ്ങളും ഉപദേശപ്പശകും ഉണ്ടായിരിക്കരുത്. അപ്പോൾ ചെറിയാച്ചൻ പാടിയത്, എല്ലാം തുലച്ചു നീച്ച പന്നിയും തീറ്റ തിന്നു വല്ലാതെ നാൾ കടിച്ചു, എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരുന്ന അപ്പൻ. സൈമൺ സാർ എഴുതിയിരിക്കുന്നത്, പന്നികൾ തിന്നുന്ന തവിട് ഭുജിച്ച നിന്യമാകാലങ്ങൾ മറന്നുപോയി സാധു മന്നവനെ, തിരുമേശയിൽ നിന്നും ആ സ്വർണ്ണകര ഭോജനം ഞാൻ നിന്നും. എന്നാൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്നത് ടി കെ ശൗമേൽ സാറ് ഈ ഭാഗം, ഇവനെ ഈ ഭക്ഷണമെല്ലാം കണ്ടേച്ച് അപ്പനെ നോക്കി, പിന്നെയും ഭക്ഷണത്തെ നോക്കി, പിന്നെ അപ്പൻ്റെ മുഖം, കരുണയുള്ള, ആർദ്രതയുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള, മനസ്സലിവുള്ള ഒരു പിതാവ്. ഇങ്ങനെയൊരു പിതാവ് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലുണ്ട്. നിന്നെ ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത, നിന്നെ തകർത്ത് കളയാത്ത, ചേർത്തണയ്ക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ആർദ്രതയുള്ള, കരുണയുള്ള, മനസ്സലിവുള്ള ഒരു നല്ല പിതാവ് ഇന്നും സ്വർഗത്തിൽ നിനക്ക് വേണ്ടിയുണ്ട്. ഇവൻ അപ്പന്റെ മുഖത്തോട്ട് നോക്കി, ഭക്ഷണ പദാർത്ഥത്തിലെല്ലാം നോക്കി വെച്ച് ഇവൻ പാടിയത് ടി കെ ശൗമേൽ സാർ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ. ഇവൻ അപ്പന്റെ മുഖത്തോട്ട് നോക്കി പാടുക, ഇന്നു ഞാൻ നിന്നോടൊത്തു പന്തിയിൽ മോദമായി മോദമായി, ഇന്നു ഞാൻ നിന്നോടൊത്ത് പന്തിയിൽ മോദമായി മോദമായി, വന്നു തിന്നു തൃപ്തനായി എത്രയോ ഭാഗ്യവാൻ ഭാഗ്യവാൻ, പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്. അതാ കറക്റ്റ്. പന്നി തിന്നുന്ന വാളവര ആഗ്രഹിച്ചു, പക്ഷെ കിട്ടിയില്ലെന്നാ. അത് ടി കെ എസ് കൃത്യത്തിന് എഴുതി. പന്നി തിന്ന ഭോജ്യവും അന്ന് ഞാൻ കൊതിച്ചത്, എന്നേക്കുമോയ് മറന്നുപോയി ദേവാ, കൃപയൊന്നിനാൽ തവസുതനായി ഞാൻ, കൃപയുള്ള യഹോവേ ദേവാ, മമ്മ നല്ല പിതാവേ ദേവാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി നിന്നെ കാണുന്ന ഒരു നല്ല പിതാവുണ്ട്. അവൻ ദൂരത്ത് നിന്ന് കണ്ടു. എന്തൊക്കെ കണ്ടെന്നുള്ളതാണ് നമ്മുടെ ചിന്ത. ഒന്ന്, അവൻ കരുണയുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള ഒരു പിതാവ്. അനുതപിച്ചു മടങ്ങി വരുന്ന പാപിയാകുന്ന ഒരു മനുഷ്യന് ദൂരത്ത് നിന്ന് കണ്ടു. ഇന്ന് രാത്രി നീ പറഞ്ഞു ഉപേക്ഷിച്ച്, യേശുവേ ഞാനൊരു പാപിയാ, യേശുവേ എന്നെ ആർക്കും താല്പര്യമില്ല, യേശുവേ ഞാൻ ഒറ്റപ്പെട്ടവനാ, യേശുവേ എനിക്ക് ജീവിക്കുവാൻ ഗതിയില്ലാത്തവനാ, എന്നെ നീ തള്ളിക്കളയണമെന്ന് അവൻ പറഞ്ഞ് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് അടുത്തു വരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൂരത്ത് നിന്ന് നിന്നെ കാണുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. മാതാപിതാക്കൾ ഒരു പക്ഷെ നിന്നെ കണ്ടെന്ന് വരികയില്ല, സഹോദരങ്ങൾ കണ്ടെന്ന് വരികയില്ല, ചാർച്ചക്കാർ കണ്ടെന്ന് വരികയില്ല, ദേശനിവാസികൾ നിന്നെ കണ്ടെന്നും അവൻ സ്വീകരിച്ചെന്നും വരികയില്ല. പക്ഷേ ആത്മഹത്യ പരിഹാരമല്ല, നാട് വിടുന്ന പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, പരിഹാരം യേശുവിലുണ്ട്. ഇന്ന് രാത്രി നീ മടങ്ങി വരുന്നെങ്കിൽ ദൂരത്ത് നിന്ന് നിന്നെ കാണുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്.
ഇപ്പോഴാണ് സുപ്രധാന കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ഇന്ന് രാത്രി നീ യേശുവിന് ഹൃദയം കൊടുക്കുക. അവൻ അനുദപിച്ച് കടന്നു വാ. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. അവൻ നാളത്തേക്ക് മാറ്റിവെക്കരുത്. ഇത് സുപ്രധാന കാലമാണ്. ചിലരോട് നമ്മൾ രക്ഷകയുടെ സുവിശേഷം പറയുമ്പോൾ യേശുവാണ് രക്ഷകൻ, യേശു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തൻ രക്ഷയില്ല. അവൻ ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടാ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലരിത് അലക്ഷ്യമായിട്ട് കളഞ്ഞേ ചോദിക്കുക, നാളെയും യോഗം ഉണ്ടോ എന്ന്. നാളെ യോഗം കാണും, നീയുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാ, എന്നെയും പിടികൂടാ. മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞ് എന്തായാലും ചെയ്തോ പ്രവർത്തിച്ചോ ആർക്കും ആരെയും എങ്ങും വിടാനൊന്നും. ഞാൻ മരണ വീടുകളിലൊക്കെ അവസരം കിട്ടുമ്പോൾ പറയും, എടാ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചത്തു കഴിഞ്ഞാൽ ചെയ്തിട്ടൊന്നും വലിയ ഗുണമില്ല. സ്തോത്രം. മരിക്കുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞ് ഒന്നും ചെയ്തിട്ടൊരു ഗുണവുമില്ല. ഇത് സുപ്രസാദ കാലമാണ്. പണ്ട് ചിന്തിച്ചു, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലെ വിരിഞ്ഞിടും ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്ന് ദൈവത്തിന്റെ മനം ആരറിഞ്ഞെന്നാ. പണ്ട് ഇങ്ങനെ തേൻ കുടിച്ച് ഒടുവിൽ ഒരു താമരക്കകത്ത് എന്ന് കുടിച്ച് ഊറ്റി കുടിച്ച് താമരയുടെ എതള് വന്നെങ്ങും കൂമ്പി വണ്ടിതിനകത്താ. വണ്ടി ചിന്തിച്ചു, അയ്യോ ഏതായാലും പെട്ടുപോയി, ഇനിയിപ്പം നേരം വെളുക്കാതെ പോക്ക് കണക്കുകയല്ല. അപ്പൊ വണ്ടി ചിന്തിക്കുക, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഇക്കമലവും ചാലെ വിരിഞ്ഞിടും ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നു. പണ്ട് ചിന്തിച്ച് ഏതായാലും വന്ന് കുടിച്ചും പോയി പെട്ടും പോയി. ഇപ്പം നിങ്ങൾ ചിലർ ചിന്തിക്കുക, ദൈവമേ അയാൾ ബോധം ഉള്ളവനൊന്നും അല്ല, എഴുന്നേറ്റ് പോയാൽ അയാൾ വല്ലതും വിളിച്ചു പോവുകയും ചെയ്യും, എഴുന്നേക്കാനും ഒക്കുന്നില്ല, എന്നോ ചെയ്യും. ഏതായാലും വന്ന് പെട്ടുപോയി, ഇനിയിപ്പം നിർത്തുമ്പം പോകാം, അല്ലാതെ ഇപ്പം രക്ഷയൊന്നും. പണ്ടും ഇതൊക്കെ തന്നെ ചിന്തിച്ചത്. പണ്ടും ചിന്തിക്കുക, രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങും ഉഷസംഗം പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും ചാലെ വിരിഞ്ഞിടും ഏവം മുട്ടിനകത്തിരുന്ന അളി പണ്ട് മനോരാജ്യം തുടർന്ന്. ദൈവത്തിൻ്റെ മനം ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആട്ടാന വന്ന് പറിച്ചിട്ട് തൂപ്പും കൊടുത്ത് ആളിൻ്റെ ഇടപാട് തീർന്നു. ഇന്ന് രാത്രി ഈ രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുതാപ ഹൃദയത്തോട് അടുക്കൽ വരുന്നെങ്കിൽ നിന്നെ ദൂരത്ത് നിന്ന് കണ്ട് സ്നേഹിച്ച് ചേർത്തണയ്ക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ വിഷയം ദൂരത്ത് നിന്ന് കണ്ട കാര്യങ്ങളാണ്. ഒന്ന്, അപ്പൻ ദൂരത്ത് നിന്ന് അനുദപിച്ച് വരുന്ന മകനെ കണ്ടു. രണ്ട്, ദൂരത്ത് നിന്ന് കണ്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം വായിച്ച്, അറിവുള്ള വാക്യം എങ്കിലും വായിച്ചോ. ഉൽപ്പത്തി പുസ്തകം 22:4 വാക്യം. ദൂരത്ത് നിന്ന് കണ്ടു. വായിച്ച് ഉൽപ്പത്തി 22:4 വാക്യം. മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. മൂന്നാം ദിവസം അബ്രഹാം നിന്ന് നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അപ്പൊ ദൂരത്ത് നിന്ന് കണ്ട രണ്ടാമത്തെ കാര്യം ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? ഒറ്റ വാക്കി പറഞ്ഞാൽ ആരാധനയ്ക്കുള്ള സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ചരിത്ര പശ്ചാത്തലം വിവരിക്കേണ്ട നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൻ വിശ്വാസികളുടെ പിതാവാകുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അബ്രഹാം ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങി, വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു. അബ്രഹാം വിശ്വസിച്ചു. സാറയ്ക്ക് അത്ര വലിയ വിശ്വാസമൊന്നും വന്നില്ല. അതുകൊണ്ടാണല്ലോ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് നിരന്തരം സംസാരിച്ചു. കാരണം 14-ാം അധ്യായത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ അബ്രഹാം അല്പം ഭയമൊക്കെ വന്നെങ്കിലും ആ ഭയമുള്ളത് കൊണ്ട് ആ ദൈവം പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാണ്, നിന്റെ അടിമകത്തായ പ്രതിഫലമാണ്. അബ്രഹാം ധൈര്യപ്പെട്ടു. ഉടനെ അബ്രഹാം ധൈര്യപ്പെട്ടു തിരിച്ചു ചോദിച്ചു, അതൊക്കെ സമ്മതിച്ചു, കർത്താവായ യഹോവേ നീ എനിക്ക് എന്തോ തരും? ഞാൻ മക്കളില്ലാത്തവനായിട്ടിരിക്കുക. തന്നെയല്ല, ഈ ദമ്മേശേക്കുകാരനാകുന്ന എലയാസറത്ത് ഇതിൻ്റെ എല്ലാം അവകാശി. പുള്ളിക്ക് അതാ കൂടുതലും സങ്കടവും. പുള്ളിയുടെ കണ്ണടയുമ്പോൾ ഇവനിതെല്ലാം അടിച്ചു മാറ്റി. അവൻ്റെ ഇരിപ്പും നോട്ടം കാണുമ്പോഴേ അറിയാമായിരുന്നു ഇവനിത് അടിച്ചു മാറ്റാനിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ട് അബ്രഹാം ചോദിച്ചു, നീ എനിക്ക് എന്തോ തരും? ഞാൻ മക്കളില്ലാത്തവനായി. തമ്പുരാൻ കൈക്ക്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബ്രഹാമിൻ്റെ കൈക്ക് പിടിച്ച് മുറ്റത്തോട്ടിറക്കി വെച്ച് പറഞ്ഞു, അവറാച്ച മേളിലോട്ട് നോക്ക്, നക്ഷത്രങ്ങളെ കണ്ടു എണ്ണാവോന്ന് ചോദിച്ചു. ഇതുപോലെ സന്തതിയെ തരും. പണ്ടൊരാൾ പറഞ്ഞു പോലും, ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. അബ്രഹാം ദൈവത്തോട് കയറി കളിച്ചു. ഒടുവിൽ ദൈവം അബ്രഹാമിനെ നക്ഷത്രം എണ്ണിച്ചെന്ന്. ശരിയാ, കാരണം നക്ഷത്രം എണ്ണിച്ചല്ല, എണ്ണാൻ പറഞ്ഞില്ലേ.
എന്തായാലും ദൈവം വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം ഇത് വിശ്വസിച്ചു. സാറയ്ക്ക് വലിയ വിശ്വാസമൊന്നും വന്നില്ല. അതുകൊണ്ടാണല്ലോ തന്റെ ദാസിയുടെ അടുക്കൽ അബ്രഹാമിനെ അയച്ചു. തന്നിമിത്തം അബ്രഹാമിന് മിസ്രയീമിൽ ദാസിയാകുന്ന ഹാഗറിൽ കൊണ്ട് തലമുറ ലഭിച്ചു. എന്നാൽ ദൈവം തന്റെ വാഗ്ദത്തം സാറയിൽ കൊണ്ട് നിവർത്തിച്ചു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ ഈ ദൂതന്മാര് വരുന്നത് ഒറ്റ വാക്ക് പറഞ്ഞാൽ സാറയെ ബലപ്പെടുത്താൻ വന്നതാണ്. കാരണം എബ്രായർ 11-ാം അധ്യായത്തിൽ ഇങ്ങനൊരു പദമുണ്ട്, സാറായും ശക്തിപ്പെട്ടെന്ന. അങ്ങനല്ലേ 11-ാമത്തെ വാക്യം വായിച്ചേ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ പെട്ടെന്ന്. ചടയെന്ന് വായിച്ചു. എബ്രായർ 11:11 വായിച്ചേ. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുക. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവന് വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ ശക്തി കിട്ടുന്നത് 18-ാം അധ്യായത്തിലാണ്. 18-ാം അധ്യായത്തിൽ 3 ദൂതന്മാർ അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല, ദൈവമക്കൾക്ക് അറിയാം. ആ വരവ് സാറയെ ശക്തിപ്പെടുത്തി. അബ്രഹാമിന്റെ തലമുറയെ ദൈവം കൊടുത്തു. ഇസഹാക്ക് നാം ഇങ്ങനെ വായിക്കുന്നു. ആ ഇസഹാക്കിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിനോട് പറയുക, നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന ഇസഹാക്കിനെ ഞാൻ കൽപ്പിക്കുന്ന ഇടത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണം. അരുളപ്പാട് കേട്ട അബ്രഹാം അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാലത്തെഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെ എല്ലാം കൂടെ ക്രമപ്പെടുത്തി അബ്രഹാം തന്റെ മകനുമാകുന്ന ഇസഹാക്കിനെ കൂട്ടി വിറകും കത്തിയും ഒക്കെ എടുത്ത് യാത്ര ചെയ്യുകയാ. അതാണ് നമ്മൾ വായിച്ചത്. അബ്രഹാം ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. സ്ഥലം കണ്ട ഉടനെ അബ്രഹാം ബാല്യക്കാരോട് പറയുന്ന ഒരു ഫലമുണ്ട്, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പിൽ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. ഞാൻ പറയാറുണ്ട്, ഇത് അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക. വിശ്വാസത്താൽ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞങ്ങൾ രണ്ടും തിരിച്ചു വരുമെന്ന്. വിശ്വാസ പ്രഖ്യാപനം. ദൈവമക്കൾ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. സ്തോത്രം. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണമെന്ന്. നിന്റെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടും, വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ദേശം വിടുവിക്കപ്പെടും, വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. നടന്നു പോകുമ്പോൾ വീടുകളൊക്കെ ചൂണ്ടി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഓട്ടോയിൽ യാത്ര ചെയ്യുക, ഓട്ടോക്കാരനെ വിശ്വാസത്താൽ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കണം. അവൻ കേട്ടാ ചിലപ്പോൾ അവൻ പറയും ഇറങ്ങുകയാണെങ്കിൽ നടന്നു പോകാൻ പറയും. കേൾക്കണ്ട, വിശ്വാസത്താൽ അങ്ങോട്ട് പറയണം. വിശ്വാസ പ്രഖ്യാപനം നടത്തണം. വേലയതയോ വളർത്തും, ആത്മാക്കളെ തരും, കുടുംബങ്ങൾ വിടുവിക്കപ്പെടും, ദേശം വിടുവിക്കപ്പെടും. ഈ രോഗം എന്നെ തകർക്കാനല്ല, യേശു എനിക്ക് സൗഖ്യം തരും. ഈ പ്രശ്നം ഞാൻ മുടിഞ്ഞു പോകാനല്ല, ദൈവം എന്നെ വിടുവിക്കും. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. സ്തോത്രം. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. അപ്പൊ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ബാല്യക്കാരനെ പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ആ ബാല്യക്കാരെ അവിടെ ഇരുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ വേർപാടിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ശക്തമായ വേർപാട് വേണം. എടാ, വേർപാടില്ലാത്ത ആരാധന ദൈവാരാധന അല്ല. ആരാധനയ്ക്ക് വേർപാട് വേണ്ടേ? സകല കേസിനകത്ത് ചെന്ന് ഇടപെട്ടതിന് ശേഷം ആരാധനയ്ക്ക് വേർപാടില്ലാതെ വരരുത്. വേർപാട് വേണം ആരാധനയ്ക്ക്. അതാ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ആരാധനയ്ക്ക് ചട്ടമുണ്ടെന്ന 9:1 വായിച്ചേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പെട്ടെന്ന്. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം. പണ്ടൊരാൾ വായിച്ച ആരാധനയ്ക്കുള്ള ചാട്ടമെന്ന്. ചാട്ടമല്ല, ആരാധനയ്ക്ക് ചട്ടമാ. ആരാധനയ്ക്ക് ചാട്ടമുണ്ട്, അത് ചട്ടത്തിൽ നിന്ന് ചാടണം. ചട്ടം വിട്ടുള്ള ചാട്ടമൊന്നും ദൈവാരാധനയല്ല. ആരാധനയ്ക്ക് ചാട്ടമുണ്ട്, ആരാധനയ്ക്ക് പ്രധാനമായിട്ട് ചട്ടമാ, ഇതിന് പ്രമാണമുണ്ട്. അപ്പൊ ദൂരത്ത് നിന്ന് അബ്രഹാം ആ സ്ഥലം കണ്ടു. എന്തുവാ? ആരാധനയ്ക്കുള്ള സ്ഥലം. ഇന്ന് രാത്രി ഒരു കാര്യം കൂടപ്പെട്ടവരോട് പറയാ, ആമേൻ. ആരാധനയ്ക്കുള്ള ഇടവും ആരാധനയുടെ ക്രമീകരണവും വളരെ നന്നാക്കണം. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്.
മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, പറവജാതിയെ ആരാധിക്കരുത്, ഇടജാതിയെ ആരാധിക്കരുത്, കല്ലിനെ ആരാധിക്കരുത്, തൂണിനെയും തുരുമ്പിനെ ആരാധിക്കരുത്, ഭൗതിക വസ്തുക്കളെ ഒന്നും ആരാധിക്കരുത്, വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളും പൂജര ഖേചര വസ്തുക്കളെ ഒന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഇന്നലെ ഓർപ്പിച്ചില്ല, അപ്പനെ അമ്മയെ ആരാധിക്കേണ്ടവരെ ബഹുമാനിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. മനുഷ്യനെ ഒന്നും ആരാധിക്കരുത്, മറ്റൊന്നിനെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവമാ. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കണം. ഇപ്പൊ ചിലരോടൊക്കെ അങ്ങ് ആരാധന, അത് പാടില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. അപ്പൊ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കണം, പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, ആരായി ആരാധിക്കേണ്ടത്? എല്ലാവരും ഒന്നും കയറി ആരാധിച്ചാൽ ദൈവം പ്രസാദിക്കുകയല്ല. ആരാധിക്കേണ്ടത് ആരാ? നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഇസ്രായേൽ മക്കളെ 430 വർഷം അടിമകളായി മിസ്രയീമിൽ പ്രവാസികളായി. ഈ 430 ഇവർ മിസ്രയീമിൽ പാർത്ത് ഊഴിയ വിചാരകന്മാരെ കൊണ്ട് വേല കഠിനമായി ചെയ്യിപ്പിച്ച് ഇവർ വളരെ കടന്ന് ബുദ്ധിമുട്ടി. അവിടെങ്ങും ആരാധിച്ചതായിട്ടൊരു വാക്യമില്ല. ഒരു കുഞ്ഞുങ്ങൾ പോലും ആരാധിച്ചെന്ന് വാക്യമില്ല. എന്നാൽ മിസ്രയീമിൽ കിടന്ന ഇവരെ ശാപ്പാട് കടിച്ചെന്ന് വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടും, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടും ഒക്കെ പഠിക്കുമ്പോൾ ഇവര് ഭക്ഷണം നന്നായിട്ട് കഴിച്ചെന്ന് വാക്യമുണ്ട്, ആരാധിച്ചെന്ന് വാക്യമില്ല. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? വായിച്ച പുറപ്പാട് 16:2. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്ക് മകരോന് വിരോധമായിട്ട് പുറപ്പെടുത്തു. പിന്നെ ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്ന് തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഇസ്രായേൽ ദേശത്ത് വെച്ച് അപ്പോൾ അവിടെ ആ വാക്യത്തിൽ തെളിഞ്ഞത് നന്നായിട്ട് ഭക്ഷണം കഴിച്ചെന്നുണ്ട്, ആരാധിച്ചെന്ന് വാക്യമില്ല. സംഖ്യ 11:4 വായിച്ച സംഖ്യ 11:4, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത് പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്രജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർതരും. അടുത്തത്, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി വില കൂടാതെ തിന്നിട്ടുള്ള കഴിച്ചെന്ന് തെളിഞ്ഞല്ലോ. അപ്പോൾ മിസ്രയീമിൽ വെച്ച് ഇവര് ശാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്, ആരാധിച്ചെന്ന് ഒറ്റ വാക്യമില്ല. പിന്നെ ആരാധിച്ചത് എപ്പോഴാ? അത് നിങ്ങൾക്കറിയാം, ഒന്നുകൂടെ ഓർപ്പിക്കുക. ആരാധിച്ചത് എപ്പോഴാന്ന് പറയാ, ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. അത് രക്ഷിക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, അത് രക്ഷിക്കപ്പെട്ടവരും ഇസ്രായേൽ വിട്ടു. യാത്ര പുറപ്പെട്ട് ചെങ്കടൽ കടന്നു. വിവരിക്കേണ്ട അറിയാമല്ലോ, ചെങ്കടൽ അത് റോമാലേഖനവും കൊരിന്ത്യാലേഖനവും പത്രോസിന്റെ ലേഖനം കൂടെ എല്ലാം കൂടെ ചേർത്തൊന്ന് പഠിച്ചാൽ ചെങ്കടൽ എന്നുള്ളത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും സ്നാനപ്പെട്ട് മറുകര കയറി കഴിഞ്ഞപ്പോൾ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെങ്കിൽ ആരാണ് ആരാധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, രക്ഷാനിർണയം പ്രാപിച്ച് വെള്ളത്തിൽ മുങ്ങി പുതിയ നിയമത്തിന്റെ ഉപദേശം പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരാധനകൾ ദൈവം പ്രസാദിക്കും. അപ്പോൾ മിസ്രയീമിൽ ഇത്രയും വർഷം പാർത്തിട്ട് ആരാധിച്ചെന്ന വാക്യമില്ല. ആരാധിച്ചതും ദൈവത്തെ മഹത്വപ്പെടുത്തി എപ്പോഴാന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ ദൈവത്തെ ആരാധിച്ചു. ആരാധനകൾ ദൈവം പ്രസാദിക്കും. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ആമൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുമ്പേ ചേർത്ത വാക്യം കൂടെ പറഞ്ഞാൽ വേർപാട് പാലിച്ചവൻ ദൈവത്തെ ആരാധിക്കണം. അതാ പറയാൻ പറഞ്ഞത്, നിങ്ങൾ ഈ കഠിനമായിട്ട് ഇവിടെ ഇരിക്കണം. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് കാരണം ദൂരെ വെച്ച സ്ഥലം കണ്ടു, അവിടത്തോളം ചെല്ലും. വേർപാട് പാലിക്കണം. വിശേഷിച്ച് ദൈവമക്കൾ കർക്കശമായ വേർപാട് പാലിക്കണം. ഇനി പെന്തിക്കോസുകാരോട് 1-2 കാര്യം പറയാം. ആവശ്യമില്ലാത്ത ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പോകരുത്.
ഇത് പെന്തിക്കോസുകാരോടാ, പുറത്തുള്ളവരോടല്ല. ഒന്നും പാടില്ല. നീ ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും പോകരുത്. നക്ഷത്രം തൂക്കി കേക്ക് മുറിച്ച് തിന്നേ, ഈസ്റ്ററും ആഘോഷിച്ച് അപ്പോ താറാവ് കറി. ഇപ്പം പെന്തിക്കോസുകാർക്ക് കാശൊക്കെ ആയി. ഇപ്പം സപ്തതി ഷഷ്ടി, അപ്പച്ചന് 70 അമ്മച്ചിക്ക് 60. രണ്ടിനെയും കൂടെ 2 കാശ. പണ്ട് ഈ അപ്പനെ എന്നാന്ന് പോലും ഇത് അറിയാൻ മേല. ഇപ്പൊ പിള്ളേർക്ക് അമേരിക്കയിൽ നിന്നും കളിപ്പിൽ നിന്നും ഒക്കെ ഇഷ്ടംപോലെ കാശായി. രണ്ടിനെയും കൂടെ 2 കസാര ഇരുത്തി വെച്ച് ഇതെല്ലാം ആഘോഷമാണ്. കേക്ക് മുറിക്കുന്ന നാളൊരു അവിടെ ചെന്നപ്പം എന്നെ പ്രസംഗത്തിന് വിളിച്ചത്, ചെന്നപ്പോൾ അറിഞ്ഞത് ഇങ്ങനത്തെ ചടങ്ങാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ഞാനൊരു മെസ്സേജ് പറഞ്ഞു, അറിഞ്ഞാൽ ഞാൻ പോയി. അപ്പൊ പിന്നീട് അറിഞ്ഞത് തള്ളയ്ക്ക് വയ്യ, കൈ വിറച്ചിരിക്കുക, കത്ത് പിടിപ്പിച്ച് കേക്ക് മുറിക്കുക. പിള്ളേരെല്ലാം കൈയൊക്കെ അടിച്ചു ആഘോഷമാണ്. കേക്കെടുത്ത് അപ്പച്ചൻ്റെ വായി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. എടുത്ത് വെച്ചപ്പോൾ അയാളുടെ മൂക്കിനകത്താ, കാരണം വിറച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞൊന്നുമല്ല. ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ദൈവമക്കൾ ഇടപെടരുത്. നമ്മുടെ ആരാധന വേർപാടിൻ്റെ ആരാധനയാണ്. കർക്കശമായ വേർപാട് പാലിക്കണം ദൈവമക്കൾ. അതിനൊരു തെളിവ് നിങ്ങൾക്കറിയാം, വചനത്തിൽ അറിയാമല്ലോ. യാക്കോബ് ലാബാന്റെ വീട് വിട്ടിങ്ങോട്ട് പോന്നു, സുക്കോത്തിൽ വന്ന് പാർത്തു. വന്ന ഉടനെ പുള്ളി ഒരു വീട് അങ്ങ് പണിതു, നല്ലൊരു വീട്. ഇപ്പൊ പെന്തിക്കോസിലും അങ്ങനെ ആൾക്കാർ പാസ്റ്റർമാരാണെങ്കിലും തമ്മിൽ കണ്ടാൽ ആത്മാക്കൾ ഈ വർഷം എത്ര പേര് സ്നാനപ്പെട്ടു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു, പുതിയ കുടുംബങ്ങൾ വന്നോന്നൊന്നും ചോദിക്കുക. കണ്ടുണ്ടെങ്കിൽ വീട് വെച്ചോ. നിങ്ങൾ എല്ലാവരുടെയും കാര്യമല്ല. 2 ഉപദേശമാർ തമ്മിൽ കുറച്ച് വർഷം കഴിഞ്ഞ് കാണാൻ ആദ്യം ചോദിക്കുന്നത്, പാസ്റ്ററെ സ്നാനപ്പെട്ടോ, ആരെങ്കിലും രക്ഷിക്കപ്പെട്ടോ, സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിച്ചോ? അതൊന്നും അല്ല ചോദിക്കുന്നത്. വന്ന് വീട് വെച്ചോ, വണ്ടി മേടിച്ചോ. വീടും വണ്ടിയും വേണ്ടെന്നോ, അത് തെറ്റാൻ നല്ല വാദം. അകത്ത് മുഴുവൻ ഇതായിരിക്കുന്നത്. യാക്കോബ് ചെന്ന ഉടനെ ഒരു വീട് അങ്ങ് പണിതു, കന്നുകാലിക്ക് ഒരു നല്ല തൊഴുത്തുമൊക്കെ കെട്ടി, ബിസിനസ്. പക്ഷെ ആ സുക്കോത്തിലെ ജീവിതം വലിയ കുഴപ്പടിയായി. രൂപൻ പോയ കാര്യം അറിയാം. ശിമിയോനും ലേവിയും വാളെടുത്ത് ശേഖംപവന്മാരെ വെട്ടിക്കൊല്ലാൻ പോയി. രൂപൻ വഴിവിട്ട് പോയി. ഒരു പെങ്ങള് അവള് യാക്കോബിന്റെ മകൾ, അവള് വേറെ രീതിയിൽ പോയി. ദീന മുഴുവൻ കുഴഞ്ഞു. അങ്ങേയറ്റം കുഴഞ്ഞപ്പോൾ തമ്പുരാൻ യാക്കോബിനോട് പറയുന്ന ഒരു പദമുണ്ട്, വായിച്ച് 35-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 1 മുതൽ വായിര്. അനന്തരം ദൈവം തമ്പുരാൻ യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് യാക്കോബേ, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കണം. കണ്ടോ, നീ സുക്കോത്തിൽ തമ്പടിച്ച് താളം തെറ്റി കിടക്കാനല്ല നിന്നെ പറ്റി എന്റെ പദ്ധതി. നീ ബേഥേലിൽ പോകണം. കാരണം നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് പണ്ട് നീ ഓടിപ്പോയപ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് ഒരു യാഗപീഠം തീരുമാനമെടുത്തിയതല്ലയോ? ഉൽപ്പത്തി പുസ്തകം 28-ന്റെ 20 മുതൽ പഠിക്കുമ്പോൾ യാക്കോബ് നേർച്ച നേർന്നു, ദൈവനോട് കൂടെ ഇരിക്കുകയും ഈ പോകുന്ന യാത്രയിൽ എന്നെ കാത്ത് എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തന്ന് എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിന്റെ ആലയമായിരിക്കും. തീർന്നില്ല, നീ എനിക്ക് തരുന്നതല്ല, ഞാൻ ദശാംശം തരും. ഇങ്ങനല്ലേ നീ തീരുമാനിച്ചത്? ഇപ്പൊ നീ സുക്കോത്ത് വന്ന് വീടും വെച്ച് കന്നുകാലിക്കൂടും എല്ലാം പണിത് ബിസിനസ്സുമായി ആകെ കുഴഞ്ഞു, പിള്ളേരും കുഴഞ്ഞു. ദൈവം തമ്പുരാൻ അതുകൊണ്ടാ പറഞ്ഞേ, നീ ബേഥേലിലോട്ട് പോകൂ. നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ചെന്ന് യാഗം കഴിക്ക്. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ശ്രദ്ധിച്ചേ. ഒന്ന്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കണം. പിന്നെ നിങ്ങളെ ശുദ്ധീകരിച്ചു. രണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കണം. 3, നിങ്ങളുടെ വസ്ത്രമെല്ലാം ഒന്ന് മാറണം. എന്ന് പറഞ്ഞ വസ്ത്രം ഇല്ലാതെ വരണമെന്നല്ല, യോഗ്യമായ വസ്ത്രം ധരിക്കണം. അതാ പറഞ്ഞ എൻ്റെ അർത്ഥം. അല്ല വസ്ത്രമെല്ലാം മാറി നമുക്ക് ബേഥേലിൽ പോകാന്ന് പറഞ്ഞു ജോടി അങ്ങനെയാണോ പോകുന്നത് എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴത്തെ ഈ വസ്ത്രമെല്ലാം അങ്ങ് മാറണം. ഇപ്പൊ ചിലടത്ത് ഉപദേശിമാര് തന്നെ വന്നാൽ നമ്മൾ ഇത് ഉപദേശിയാണോ ഗുണ്ടയാണോന്ന് മസിലും എല്ലാം ചാടിച്ച്
നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. ആട്ടെ, സുവിശേഷ വേലക്കാരെ കണ്ടാൽ അറിയണം എല്ലാ നിലയിലും. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. വസ്ത്രം മാറണം. ഒന്ന്, അന്യദേവനെയെല്ലാം നീക്കണം. രണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. മൂന്ന്, വസ്ത്രം മാറണം. പിന്നെ നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് നമ്മൾ പോകാൻ പോവാ. കാരണം ഇങ്ങനെ പറയാം, എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് എന്ന് പറഞ്ഞാൽ യാക്കോബ് പറയുന്നത് വേർപാടിനെ കുറിക്കുന്ന കാര്യങ്ങളാ. നമുക്ക് ബേഥേലിലേക്ക് പോകണം. ബേഥേലിലേക്ക് പോകണമെങ്കിൽ വേർപാട് ആവശ്യമാ. കുളിക്കണം, അന്യദേവനെ നീക്കണം, വസ്ത്രം മാറണം, നിങ്ങളെ ശുദ്ധീകരിക്കണം. കാരണം ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാ. സുക്കോത്തിൽ ഇതെല്ലാം പറ്റും. കുളിക്കുകയും വേണ്ട, വസ്ത്രവും മാറണ്ട, ശുദ്ധീകരണവും നടക്കണ്ട, അന്യദേവനെ മാറ്റണ്ട, കുണുക്കും മാറണ്ട. താഴോട്ട് വായിക്കുമ്പോ കുണുക്കെല്ലാം പറിച്ചെന്നല്ലേ. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളൊക്കെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. അങ്ങോട്ട് കൊടുത്തു. യാക്കോബ് അത് പണയം വെച്ചെന്നോ അലമാരക്കകത്ത് വെച്ചെന്നല്ല. യാക്കോബ് അത് ശേഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു എന്ന് പറയാ. ഇനി ആയുസിൽ ഇത് വേണ്ടെന്നുള്ളതാ. ഇത് വേർപാടിനെ കാണിക്കുന്നതാ. നിങ്ങൾ ഇണങ്ങിയാലും പിണങ്ങിയാലും സകല ബന്ധുക്കോ ഇപ്പം എല്ലാം പണ്ഡിത ശിരോമണികളാ. എല്ലാം അങ്ങ് പണ്ഡിതന്മാരാ. ഏത് പണ്ഡിതനാന്നേലും കുണ്ഠിതനാന്നേലും നീ എന്നാ കുന്തം പറഞ്ഞാലും കൊള്ളാം. എടാ, വേർപാടിന്റെ ആരാധനയാ ബന്ധുക്കോസ് ആരാധന. യോഗ്യമായ വസ്ത്രം ധരിക്കണം, അന്യദേവനെ നീക്കണം, നിന്നെ തന്നെ നല്ലവണ്ണം ശുദ്ധീകരിക്കണം. അത് നമ്മുടെ കയ്യിലൊന്നുമല്ല ശുദ്ധീകരണ പ്രക്രിയ. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ അന്യോന്യം നിരപ്പാകണമെന്ന്. തമ്മിൽ മിണ്ടാത്തവരും അങ്ങോട്ട് കൈ കൊടുക്കാത്തവരും ഒരു സഭയിലാ കൂടുന്നത്. മിണ്ടാത്ത നീ ആരാധിച്ചാൽ നിന്റെ ആരാധന ദൈവം പ്രസാദിക്കത്തില്ല. തമ്പേറ് തല്ലിപ്പൊട്ടിച്ച് മേപ്പൊട്ടിക്ക് പൊട്ടി ചാടാന്നല്ലാതെ ദൈവപ്രസാദം ഒന്നും ഉണ്ടാകുകയില്ല. ശുദ്ധീകരണം നടക്കണം. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും രണ്ടും ദൈവം ഇഷ്ടപ്പെടുകയാ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും. ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും രണ്ടും നടക്കണം. രണ്ടും ദൈവത്തിന് പ്രസാദമാണ്. അപ്പൊ ആരാധന വേർപാടിന്റെ ആരാധനയാ. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, ആഭരണം പാപം തന്നെ. പാപമാ. ആഭരണ ഭ്രമം അത് പാപം തന്നെ. ഇപ്പൊ ചിലരോട് ചോദിച്ചാൽ തീർത്ത് കാര്യം പറയത്തില്ലല്ലോ. ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ഇടണ്ട. ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? തെറ്റിയെങ്കിൽ തെറ്റിയെന്ന് പറയണേ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഇപ്പൊ അങ്ങനല്ലേ ഉപദേശം പറയുന്നേ. കൈ അടിക്കണേ കൈ അടിക്കാം, അടിക്കണ്ടെങ്കിൽ ഉറക്കെ സ്വതന്ത്രം പറയണമെങ്കിൽ പറയാം, പറയണ്ടെങ്കിൽ പറയണ്ട. ആസ് യു ലൈക്ക്. ഒന്നുകൂടി ഇരിക്കട്ടെ. ഊരണമെങ്കിൽ അമ്മാമ്മയ്ക്ക് ഊരാം, ഊരണ്ടെങ്കിൽ ഊരണ്ട. തിരുമേശ താല്പര്യമുണ്ട് എടുക്കാം, ഇല്ലെങ്കിൽ എന്തോ കൊന്തരക്കള്ളി ഒപ്പിച്ചാലും എലി വശം തിന്നും പോലെ. അടുത്തിരിക്കുന്ന സഹോദരനോട് മിണ്ടുന്നില്ല, കൈ കൊടുക്കുന്നില്ല, അയലത്തുകാരോട് മിണ്ടുന്നില്ല, അപ്പനെ അമ്മയെ അന്വേഷിക്കുന്നില്ല, സഹോദരങ്ങളോട് കൊമ്പ. എന്നാൽ എലി വശം തിന്നും പോലെ. പണ്ടൊരു തള്ളയ്ക്ക് കൊണ്ട് കൊടുത്തപ്പോ തള്ള അത് മുഴുവൻ അങ്ങ് വലിച്ചു കുടിച്ചു. ഉപദേശിച്ചു, മുഴുവൻ കുടിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതോർത്ത ഇത്ര ഒന്നും കുടിച്ചാൽ പോരാ, ഒക്കെ എന്തെങ്കിലും ഇച്ചിരൂടെ തരാൻ പറഞ്ഞു. കാരണം തള്ള നോക്കിയപ്പം മേശയുടെ അവിടെ പിന്നെയും ജാറിനകത്തിരിക്കുന്നു. ഇത് തന്നെത്താൻ ശോധന ചെയ്യണ്ടേ? ഇത് വേർപാടിന്റെ ആരാധനയാ. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, ബേഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാ. നീ വേർപാട് പാലിക്കണം. 28 കെട്ടിനും മാമോറിസയ്ക്ക് ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനൊന്നും നീ പോകരുത്. അപ്പനും വല്യപ്പനും ചാകുമ്പോൾ നെയ്യപ്പം ഉണ്ടാക്കും, ചുടാനും കൂടാനും ബാക്കി കൂടിനകത്ത് കൊണ്ടുവരാനൊന്നും പെന്തിക്കോസുകാർ പോകരുതെന്ന്. ഞാൻ പെന്തിക്കോസുകാരോടാ ഇപ്പൊ പറയുന്നത്. മനസ്സിലായോ? നീ വേർപാട് പാലിക്കണം.
പെന്തിക്കോസുകാർ കൊച്ചു പിള്ളേരെ ഒന്നും ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത്. കുച്ചിപ്പിടി. പണ്ടൊരു വീട്ടിൽ ചെന്നപ്പം വല്യമ്മച്ച് പറഞ്ഞ്, നേരത്തെ ചെന്നതാ എന്നോട്, മോളെ നീ അപ്പച്ചനെ ഒന്ന് ഡാൻസ് കളിച്ച് കാണിച്ചെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, ഈ അപ്പച്ചനെ അതൊന്നും കാണണ്ട. കുച്ചിപ്പിടി പാടില്ല, വേർപാട് പാലിക്കണം. നീ കുഞ്ഞുങ്ങൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണം. മോനെ നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്കിത് പാടില്ല. ശക്തമായ വേർപാട് പാലിക്കണം. വേർപാടിന്റെ ആരാധനയാ ബേതേലിന്റെ ആരാധന. ശക്തമായ വേർപാട് പാലിച്ചു വേണം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഭാഗം അങ്ങ് വിടുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒന്ന്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. മാത്രമല്ല, ആരാണ് ആരാധിക്കേണ്ടത്? വേർപാട് പാലിക്കുന്നവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകും. ആരാധനയിൽ രോഗശാന്തി ഉണ്ടാകും. ആരാധനയിൽ അത്ഭുതങ്ങൾ നടക്കും. ആരാധനയിൽ വിടുതൽ നടക്കും. ഇന്ന് രാത്രി നീ സർവശക്തനായ ദൈവത്തെ ആരാധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുക. ദൈവത്തിന് മകത്ത് ദൂരത്ത് നിന്ന് കണ്ടു. ഒന്ന്, അനുദപിച്ച് മടങ്ങി വരുന്ന ഒരു മനുഷ്യനെ ആ പിതാവ് ദൂരത്ത് നിന്ന് കണ്ടു. അങ്ങനെ വരുന്നവൻ. രണ്ട്, ദൂരത്ത് നിന്ന് കാണുക ആരാധനയ്ക്കുള്ള ഇടം. ദൈവത്തിന് മകത്വം. മൂന്ന്, ദൂരത്ത് നിന്ന് കാണേണ്ട ഒരു കാര്യം. ഇനി ചടയെന്നൊന്ന് വായിച്ചു. മത്തായി 27:55 വായിച്ചു. പെട്ടെന്ന്. ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്തുവാ ദൂരത്ത് നിന്ന് നോക്കിയെന്നറിയാമോ? ഒരുവൻ അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ദൂരത്ത് നിന്ന് അവരത് നോക്കിക്കൊണ്ടിരിക്കുക. അനുഗമിച്ച സ്ത്രീകളും മറ്റ് പ്രിയപ്പെട്ടവരെല്ലാം ദൂരത്ത് നിന്ന് നോക്കുന്നു. ദൂരത്ത് നിന്ന് നോക്കുന്നത് എവിടേക്കാണെന്നറിയാമോ? കാൽവരി കുരിശിലേക്ക് നോക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുവാൻ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, മനുകുലത്തെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന്റെ ശാപങ്ങളും ദോഷങ്ങളും പാപങ്ങളും പരിഹരിക്കുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന് കന്യാസൂനമായി ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി നാനാ വ്യാധകളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കി കുറ്റരോഗിയെ ശുദ്ധമാക്കി മുടന്തനെ നടത്തി, ഊമർക്ക് സംസാര ശേഷി കൊടുത്ത്, ചെകിടർക്ക് കേൾവി കൊടുത്ത്, കുരുടർക്ക് കൊടുത്ത്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത മനുഷ്യവർഗത്തിന് വേണ്ടി ജീവനെ തന്ന നസറയനാകുന്ന യേശു ക്രിസ്തു റോമൻ പടയാളികളുടെ ദാക്ഷിണ്യമില്ലാത്ത ക്രൂര പീഡനങ്ങളേറ്റ് ഗെത്സമനയിൽ വെച്ച് ഒരു കള്ളനെ, കൊള്ളക്കാരനെ, കൊലപാതകനെ പിടികൂടുന്നത് പോലെ പിടിച്ചു കെട്ടി വാളും മടിയും തീവട്ടിയും പന്തങ്ങളുമായി രാത്രി തന്നെ വന്ന് പിടിച്ചു കെട്ടി 5-6 കോടതി മാറി വിസ്തരിച്ചു. കന്യാവസം, കയ്യപ്പാവും ഹെരോദാവും പീലാത്തോസും സന്നിധി സംഘങ്ങൾ എന്ന് വേണ്ട വന്നവനെല്ലാം പീഡിപ്പിച്ചും ഉപദ്രവിച്ചും ആക്ഷേപിച്ച് കണ്ണ് മൂടിക്കെട്ടി കന്നത്തടിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പി ഇരുമ്പ് ചമന കൊണ്ട് മുഖത്ത് രോമമെല്ലാം പിടിതെടുത്ത് അവൻ മുൾക്കിരീടം കൊണ്ടുവന്ന് തലയിൽ അടിച്ച് ഇറക്കി. ചരിത്രം പറയുന്നത് മുള്ള് അകത്തോട്ടിറങ്ങിയിട്ട് കണ്ണ് വെളിയിലോട്ട് തെള്ളി വന്നെന്നാ. മുഖത്ത് രോമമെല്ലാം പിടിതെടുത്ത് കുനിയപ്പെട്ട് നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ചാട്ടുമാറുകൊണ്ട് കഠോര ഹൃദയന്മാരാകുന്ന റോമൻ പടയാളികൾ ദാക്ഷിണ്യമില്ലാതെ അടിച്ച് ചാട്ട പറിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് മാംസം പറഞ്ഞ് ഇറന്ന് ഉടവുചാല് പോലെ മുതുക് നീളത്ത് കീറി. പ്രൈസ് ദി ലോർഡ്. പങ്കപ്പാടുകളെല്ലാം സഹിച്ച് തിരുവെടുത്ത് മുന്നമേ നിർണയിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് കുരിശുമരം വഹിച്ചുകൊണ്ട് എന്തിനേറെ വേച്ചും വിറച്ചും നടന്നും ഏറ്റും എണീറ്റും കാൽവറിയുടെ കൊലമരത്തിൽ 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ ഒരുവൻ ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുകയാ. ഈ സമയത്ത് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഭൂമി കുലുങ്ങി, കല്ലറകൾ തുറന്നു, ചിലരൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് ചീന്തി 2 ചീന്തി. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂരിരുട്ടുണ്ടായി. അണ്ടകടാകങ്ങളെല്ലാം കൂടെ ആടി ഉലഞ്ഞ് സ്തോത്രം സൂര്യനും അങ്ങ് കണ്ണടച്ച് വലിയ ഇരുട്ടുണ്ടായി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ രൂക്ഷമായപ്പോൾ ദൂരത്ത് നിന്ന് ഈ സ്ത്രീകളും പ്രിയപ്പെട്ടവരും കണ്ടോണ്ടിരിക്കുക. എന്തുവാ? കാൽവരിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ കാൽവരിയിലേക്ക് കണ്ണുകൾ ഉയർത്ത്. നിനക്ക് വേണ്ടി ഒരുവൻ തൂങ്ങപ്പെട്ട് കിടക്കുന്നു.
യാഗമാകുന്നു. നിനക്ക് വേണ്ടി ഒരുവൻ ജീവനെ തരുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ രക്തം ചിന്തുന്നു, നിനക്ക് വേണ്ടി ഒരുവൻ യാഗമാകുന്നു. ഇന്ന് രാത്രി ആ കാൽവറിയിലേക്ക് നീ ദൂരത്തൊന്ന് നോക്കിക്കേ. മനതോടെ ജാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ. പാടാം. നിനക്ക് വേദന വരുത്തി വെച്ചതു നീജന്യോ, നിനക്ക് വേദന. ചേർന്ന് പാടാം. മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം, മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നീലത്തിൻ പാതകം മൂലം അലിഞ്ഞു നീ ശാപ തലയിൽ കൊണ്ടിട വലിമ വിട്ടല്ലോ. അലിഞ്ഞു നീ ശാപം. കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്ത് ആ ദൂരത്ത് നിന്ന് കാൽവറിയിലേക്ക് നോക്ക്. നിനക്ക് രക്ഷയാ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാത, നിനക്ക് വേദന വരുത്തി വെച്ചതു നീജന്യോ, നിനക്ക് വേദന വരുത്തി വെച്ചതു നീജന്യോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രി ദൂരത്തിരുന്ന് നീ കാൽവറിയിലേക്ക് നോക്കണം. ഒരുവൻ നിനക്ക് വേണ്ടി ആണികളിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നു, ഒരുവൻ നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരുവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി അവനെ ഏറ്റെടുക്ക്, അവനെ ഉള്ളത്തിൽ ഏറ്റെടുക്ക്, അവനായി ജീവനെ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും ഇന്ന് രാത്രി രക്ഷയാ. ഇന്ന് രാത്രി ആ കാൽവറിയിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്ന, കുരിശിൽ തൂങ്ങപ്പെട്ട് കിടക്കുന്നവനെ കണ്ടേച്ചേ നീ തിരിച്ചു പോകാവൂ. വേറൊന്നും കണ്ടില്ലെങ്കിലും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇന്ന് രാത്രി കണ്ട് ഏറ്റെടുത്ത് ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം നീ സന്തോഷത്തോടെ തിരിച്ചു പോകാൻ. ദൂരത്ത് നിന്ന് ആ കാഴ്ച കാണുക. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘമാക്കുന്നില്ല. ഒന്ന്, അനുദപിച്ചു മടങ്ങി വരുന്ന ആ മനുഷ്യനെ, പാപിയെ, അനുദപിച്ചു വരുന്നവനെ ദൂരത്ത് നിന്ന് കണ്ട് കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചേർത്തണച്ച് ആദരിക്കുന്നൊരു നല്ല ദൈവം. രണ്ട്, സ്തോത്രം, ദൂരത്ത് നിന്ന് ആരാധനയ്ക്കുള്ള ഇടം കാണണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശകെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഉപദേശ സത്യത്തിൽ നിലനിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. അവരെ കാണുന്നൊരു ദൈവമുണ്ട്. മൂന്ന്, നീ കാൽവറിയിലേക്ക് നോക്കണം. ദൂരത്ത് നിന്ന് ആ കുരിശനെ നോക്കി വേണം യാത്ര ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും വലിയ രക്ഷയാണ്. നിനക്ക് നിത്യതയിലെത്താം. അതല്ലെങ്കിൽ പിന്നെ ഇതൊന്നും നീ ചെയ്യാതെ ഉഴപ്പി അടിച്ച് നടന്നാൽ ഒടുവിൽ പിന്നെ നീ ദൂരത്തിരുന്നൊരു കാഴ്ച കാണും. പക്ഷെ അന്നേരം രക്ഷപ്പെടുകയില്ല. അതൊന്ന് വായിച്ചങ്ങ് നിർത്തിയേക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23 വായിച്ചേ. നീ രക്ഷിക്കപ്പെടാതെ, യേശുവിനെ അറിയാതെ, ആരാധിക്കാതെ, വേർപാട് പാലിക്കാതെ, നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രൂശനെ നോക്കാതെ, ഗണ്യമാക്കാതെ തട്ടിക്കളഞ്ഞു പോയാൽ ഒടുവിൽ നീ ദൂരത്തിരുന്ന് കാണുന്ന കാഴ്ചയാ. വായിച്ചു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി, മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു.
കണ്ടേച്ച് കിടക്കാന്നല്ലാതെ രക്ഷപ്പെടുകയല്ല. മരിച്ച് അടക്കപ്പെട്ടങ്ങ് യാതനാ സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കുന്നത്. ഞാൻ പറയാറുണ്ട്, ജീവിച്ചിരുന്നപ്പം ആ നോട്ടം നോക്കുകയായിരുന്നേ രക്ഷപ്പെട്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ നീ ക്രൂശെ നോക്കണം. മരിച്ചു കഴിഞ്ഞ് ആ പരുവക്കേടുള്ള സ്ഥലത്ത് എന്നേച്ച് നോക്കിയിട്ട് ഒരു ഗുണവുമില്ല. ഒരു കാര്യം പറയാം, മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടും വലിയ ഗുണമില്ല. ഞാൻ മരണ വീടുകളിലൊക്കെ പറയും, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നല്ല വസ്ത്രം കൊടുക്കണം, ഒന്നേ തേച്ച് കൊടുക്കണം, അല്ലെ മേടിച്ചു കൊടുക്കണം സാഹചര്യം ഉണ്ടെങ്കിൽ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞേച്ച് ഫോറും തുണി എല്ലാം കൊണ്ട് നെഞ്ചത്തിട്ടിട്ട് വലിയ കഥയൊന്നുമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. മരിച്ചു കഴിഞ്ഞേച്ച് അതും ഇതുമെല്ലാം മാരി ഇട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമുണ്ട്, കർക്കശമായി ചെയ്യണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, മക്കൾ മാതാപിതാക്കൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മെ ശുശ്രൂഷിച്ചത് അവര് പ്രായമാകുമ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യണം. എല്ലാം വിവരിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞ് എന്തു ചെയ്തിട്ടും ഒരു ഗുണവും ഇല്ല. ജീവിച്ചിരിക്കുമ്പോൾ നീ ഇത് ചെയ്യണം. നല്ല അടക്കമൊക്കെ കിട്ടി, ജീവിച്ചപ്പോൾ നല്ലതുപോലെ സുഖിച്ചാ ജീവിച്ചത്. ആമേ ലാസറിനെ വലിയ ഗൗനിക്കൊന്നും ചെയ്തില്ല, എന്നാലും മേശയിൽ നിന്ന് വീടുന്ന നുറുക്കുകളൊക്കെ ഉണ്ട്. അവൻ വ്രണമൊക്കെ പിടിച്ച് ദരിദ്രനായി വല്ലാത്ത കഷ്ടത്തിൽ കൂടെ ജീവിച്ചു. ഇങ്ങേര് സുഖിച്ചു, ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് അവൻ ദൈവത്തെ വിളിക്കാതെ ദൈവത്തെ ആരാധിക്കാതെ നല്ല അടക്കമൊക്കെ കിട്ടി. ഇപ്പോഴത്തെ അടക്കമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ അടക്കമല്ല, അങ്ങ് എല്ലാവരും ആഘോഷിക്കുക. ഇപ്പം നിങ്ങൾ ചില സ്ഥലങ്ങളിൽ ചെന്നയ്യോ നമുക്കും അങ്ങ് ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് ചെന്ന് വെച്ച് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പം ഇല്ല. ഇരുന്ന് മെനക്കെടുന്ന ആൾക്കാരുണ്ട്. ഇവിടെയുള്ള ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാം രാവിലെ ബന്ധപ്പെട്ട് കുളിയും കഴിഞ്ഞ് വീട്ടിലെ കാര്യമെല്ലാം ഒതുക്കി എല്ലാം ക്രമീകരിച്ച് ചെല്ലുമ്പോൾ അടക്കം നടക്കുന്നിടത്ത് പറയും. ഇപ്പോൾ വെളിയിൽ നിന്ന് തോമസ് കുട്ടി അവൻ അവിടെ ഇരുന്ന് നട്സ് വക്കത്തുനിന്ന് എല്ലാം ചവച്ച് ആടി ചവയ്ക്കും പോലെ ചവച്ചുകൊണ്ടിരുന്ന അനുശോചനം അറിയിക്കുന്നത്. നമ്മളിവിടെ വെളുപ്പിനെ എന്ന് കുത്തിയിരിക്കുക. ഒത്തിരി ഉണ്ട്, എല്ലാം ഒന്നും പറയാൻ നേരമില്ല. മനുഷ്യനെല്ലാം മെനക്കെടുത്തുക. പിന്നെ അത് കഴിഞ്ഞ് ഇത് എന്തു ബുദ്ധിമുട്ടാ. ഒരടക്കത്തിന് ചെന്നപ്പോൾ 285 അനുശോചനം എണ്ണിയുള്ള ഒരാൾ പറഞ്ഞു. ഞാനും പിന്നെ നോക്കി, ഒത്തിരി ഉണ്ട്, ഒത്തിരി പറയുന്നത് തന്നെ അതന്നടി പിന്നടി പറയുന്നേ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നത്, ഞാനും പ്രതിയാ. എടാ, മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഉപദേശി, വിവരമുള്ള ബോധമുള്ള വകതിരിവുള്ള ഒരു ഉപദേശി കുറഞ്ഞതൊരു 3/4 മണിക്കൂർ ഇതിനെപ്പറ്റി സംസാരിക്കട്ടെ. മരണാനന്തര ജീവിതത്തെ പറ്റി ആരെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടട്ടെ. ഇത് മുഴുവൻ അങ്ങ് ചിലക്ക് ഇത് അറിയത്ത് പോലും ഇല്ല തന്നെതാണ്. വായി വരുന്നതെല്ലാം വിളിച്ചു പറയുക. ഒരു കാര്യം പറയാം, മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടും ഒരു ഗുണവുമില്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒടുവിൽ യാതനാസനത്തിൽ എന്ന് കിടന്ന് ദൂരത്തിരുന്ന് നീ ഇത് കാണേണ്ടി വരും, രക്ഷപ്പെടത്തുമില്ല. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കൺകൾ ഉയർത്തണം. ആ ദൂരത്തിരുന്ന് കാണേണ്ടതെല്ലാം കാണണം. താഴോട്ടുള്ള ഭാഗമൊന്നും ഇനി വായിക്കുന്നില്ല. യോസേപ്പ് ദൂരെ നടന്നു വന്നപ്പോൾ സഹോദരന്മാര് ദൂരത്തിരുന്ന് കണ്ട് അവനെതിരെ ദോഷം നിരൂപിച്ചു. ഇന്ന് രാത്രി അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. നിനക്കെതിരെ ദോഷം നിരൂപിക്കുന്നവരും ദോഷം കരുക്കൾ ഒരുക്കുന്നവർ കാണും. നീ മറുപടി ഒന്നും പറയാൻ പോകരുത്. ഞാൻ പകലും ആ കാര്യം സൂചിപ്പിച്ചു. നീ ദൈവസന്നിധിയിലിരിക്കണം. അവിടെ 37-ാം അധ്യായം പഠിച്ചപ്പോൾ അവർ യോസേപ്പിനോട് സമാധാനമായിട്ട് സംസാരിച്ചില്ല. യോസേപ്പിനെ പകച്ചു, അധികം പകച്ചു, അവനെ ദ്വേഷിച്ചു. ഇവരെല്ലാം കൂടെ ദുരാലോചന കഴിച്ചു. ഇവൻ വന്നപ്പോൾ പിടിച്ച് നിർത്തി ഇവനെ പൊട്ടക്കണത്തിൽ തട്ടി. പക്ഷെ യോസേപ്പിനൊന്നറിയാം, സമയമാകുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഉയർത്തും. നിനക്കെതിരെ ദൂരത്തിരുന്ന് ദുരാലോചന കഴിക്കുന്നവർ കാണും. പക്ഷെ മറുപടിക്ക് എതിർക്കാനും ഉടക്കാനും പോകണ്ട. നിന്നെ ദൂരത്തിരുന്ന് കാണുന്ന ഒരു ദൈവമുണ്ട്, ഉള്ളം കയ്യിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. അങ്ങനെ ഈ വിധത്തിൽ നീ ദൈവത്തെ ആരാധിച്ച് വേർപാട് പാലിച്ച് ക്രൂശനെ ദൂരത്ത് നിന്ന് കണ്ട് വേർപാട് പാലിച്ച് ജീവിച്ചാൽ നിനക്ക് വേണ്ടി ഒരു പട്ടണം ഒരുക്കുന്നുണ്ട്.
ആ പട്ടണമാണ് ഇവരെല്ലാവരും ദൂരത്ത് നിന്ന് കണ്ടത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഒരു നഗരം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണാൽ അത് ദൂരത്തിരുന്ന് കാണണം. അതിന്റെ പണികളെ പറ്റിയാണ് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായമൊക്കെ നിങ്ങൾ പഠിച്ച് 21-ാം അധ്യായം ഈ പട്ടണത്തിന്റെ മതിലിന്റെ പണിയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തെ റൂമുകൾ എങ്ങനെയാണെന്നോ അതിനകത്തെ ക്രമീകരണം എങ്ങനെയാണെന്നും വിശദീകരിച്ചിട്ടില്ല. മതിലിന്റെ പണി ഔവണ്ണം മെച്ചമാണെങ്കിൽ ആ പാർക്കുന്ന ഭവനം എത്ര മെച്ചമായിരിക്കും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വാസ കണ്ണാൽ ദൂരത്തിരുന്ന് നീ അത് കാണണം. പ്രൈസ് ദി ലോർഡ്. ആ പട്ടണത്തിലെത്തണം. ആ പട്ടണത്തിലെത്തുവാൻ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഓർപ്പിച്ചത്. 1, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. 3, നീ ആത്മസ്നാനം പ്രാപിക്കണം, അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കാതെ തന്നെ കമ്മിറ്റി കയറ്റരുത്. അഭിഷേകം പ്രാപിക്കാതെ തന്നെ സെക്രട്ടറി, ട്രഷറർ ഒന്ന് കയറ്റരുത്. സ്തോത്രം. അഭിഷേകം പ്രാപിക്കാത്തതിന് ഇതിനൊന്നും എടുക്കരുത്. പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, പന്തലിന്റെ കാല് നാട്ടുന്നവൻ വരെ അഭിഷേകമുള്ളവരായിരിക്കണം. ഇപ്പൊ അഭിഷേകം കയറി വെച്ചാൽ കാലെടുത്ത് അടിക്കുക. അഭിഷേകം പ്രാപിക്കണമെന്ന് ആ പട്ടണത്തിലെത്തണമെങ്കിൽ തിരുമേശ എടുക്കണം. തിരുമേശ എടുക്കുമ്പോൾ തിരുമേശയായിട്ട് വരുമ്പോൾ നീ ഇരിക്കുക, സായിബാബ ഇരിക്കും പോലെ. നിത്യതയിലെത്തുകയല്ല, നീ തിരുമേശ എടുക്കണം, വേർപാട് പാലിക്കണം, അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കണം. സ്തോത്രം. ദൈവത്തോട് മനുഷ്യരോട് കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കണം. ആരോടും മഴക്കും പിണക്കം ഉണ്ടാക്കരുതെന്ന്. സഹോദരങ്ങൾ തമ്മിൽ, സഭക്കാർ തമ്മിൽ, അയലത്തുകാരോട്, മറ്റുള്ളവരോട് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. അങ്ങനെ ഉത്സാഹിച്ച് നിന്നാൽ നിനക്ക് വേണ്ടി ഒരു പട്ടണം ഒരുക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കുന്നുണ്ട്. ഇവിടെ വിശ്വാസ കണ്ണാൽ ദൂരത്തിരുന്ന് ആ പട്ടണം കാണണം. ആ പട്ടണത്തിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം വിശ്വസ്തൻ. ദൂരത്ത് നിന്നത് കാണുക. ഇന്ന് രാത്രി എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, ആ പട്ടണത്തിൽ എനിക്ക് എത്തണം. ഞാൻ കൈവിടപ്പെട്ടു പോകരുത്, ഞാൻ നഷ്ടപ്പെട്ടു പോകരുത്, എൻ്റെ കുടുംബം നശിച്ചു പോകരുത്. എനിക്ക് ആ പട്ടണത്തിലെത്തണം. എല്ലാവരും ഒരു നിമിഷം വന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയുകയില്ല, ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തർ എഴുന്നേറ്റ് അങ്ങ് പോകും. അപ്പം ഇരുന്നുകൊണ്ട് പാട്. പിന്നെ അത്യാവശ്യം പോകേണ്ടവർ പൊക്കോ. അപ്പോൾ എനിക്ക് ഒന്ന് കാണാൻ ആരൊക്കെയാണ് പോകുന്നെന്ന്. പരിചയമുള്ളവർ വല്ലവരും അന്നേ പിന്നെ പറയാൻ ഞാൻ കണ്ടു പോകുന്നത്. അപ്പം അമ്മ അവിടെ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അത്യാവശ്യമുള്ളവർക്ക് പോകാം. അപ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്കൊന്ന് കാണാമല്ലോ ആരാ പോകുന്നെന്ന്. ഇവിടെ അങ്ങോട്ട് നോക്കിയിട്ട് ഇരുട്ടാ കാണാൻ മേലെ ആരൊക്കെയാണ്. അപ്പം ഇരുന്നുകൊണ്ട് 2 ശീല് പാടിയാൽ മതി. 2 ശീല്. ഒത്തിരി സന്ധ്യ മുതലേ പാട്ടായിരുന്നല്ലോ. 2 ശീല് പാടാം. ആ പഴയ പാട്ടിൻ്റെ 2 വരികൾ ഒന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. എല്ലാവരും ഹല്ലേലൂയ പാടിയാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാട്ടെ. പരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിദൗതങ്ങൾ. പരത്തിൽ ഉന്നതൻ പരിശുദ്ധർക്കായി പണി ചെയ്യും മണിദൗതങ്ങൾ. പരിചിലായവർക്കായി ഒരുക്കിടും വിവിധ മോഹന വസ്തുക്കൾ. പരിചിലായവർക്കായി ഒരുക്കിടും വിമല സ്ഫടിക തുല്യമാ തങ്ക നിർമ്മിത വീതിയും. വിമല സ്ഫടിക തുല്യമാ തങ്ക നിർമ്മിത വീതിയും കാണും ഞാനൽ കൈയടിച്ചു. ഓ ദാതൻ ചാരേ ചാലേ ബുരേ ആമേൻ കാണും. കൈയടിച്ച് ചേർന്ന് കാലമായി കൺകൊതിച്ചൊരു നാഥനെ. കാലമായി കൺകൊതിച്ചൊരു നാഥനെ. അതിജയവിധമഗതിയെ ഭൂമിൽ വീണ്ടെടുത്തൊരു എവനെ. അതിജയവിധമഗതി ഓ 1000 10,000ങ്ങളിൽ അഴകുതിങ്ങുമൻ പ്രിയനെ. 1000 10,000ങ്ങളിൽ കൈയടിച്ച് ചേർന്ന് ഓ കാണും ഞാൻ മോക്ഷപുരേ
ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരാം പല ദൂതരെ. ഇവിടെ നിൽക്കുന്ന സേവ ചെയ്യും അദൃശ്യരാം പല ദൂതരെ. ഓ അവിടെ ഞാൻ അവർ സമമം തേജസ്സിനുടലണിഞ്ഞു വസിക്കവേ. അവിടെ ഞാൻ അവർ സമമം ഉടലണിഞ്ഞു വസിക്കവേ. വാഴ്ചകളധികാരമാദിയ ദൂത സഞ്ജയ ശ്രേഷ്ഠരെ. വാഴ്ചകളധികാരമാദിയ ദൂത സഞ്ജയ ശ്രേഷ്ഠരെ. ഓ കാണും പ്രത്യാശയോടെ പാട്. പുരേ ആമേ അനന്താരേ ആമേ ഞാൻ പുരേ ആമേ കാണും. ഇവരെല്ലാവരും ദൂരത്ത് നിന്നത് കണ്ടു. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നവികം ഗമിച്ച വിജൂതരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നവികം ഗമിച്ച വിജൂതരെ. വിവിധ വേളയിൽ മരിച്ചു മൺമറഞ്ഞകന്നു പോയ വിശ്വസ്തരെ. വിവിധ വേളയിൽ പോയ വിശ്വസ്തരെ. അരുണ തുല്യമൂതി വിളങ്ങിടും പല പല പ്രിയമുഖങ്ങളെ. അരുണ തുല്യമൂതി വിളങ്ങിടും പല പ്രിയമുഖങ്ങളെ കാണൂ. അനേൻ മോചപുര പ്രത്യാശയോടെ ചാരേ ആമേ ചാലേ പുരേ ആമേ കാണും. അനേൻ മോചപുരേ. ഓ വിവിധ കനികൾ മാസം തോറും വിളയിക്കും ജീവമരമത്. വിവിധ കനികൾ മാസം തോറും വിളയിക്കും ജീവമരമത്. അവയിൽ ഇലകൾ ജാതികൾ കങ്ങാരുള്ളും രോഗശമനമോ. അവയിൽ ഇലകൾ ജാതികൾ രോഗശമനമോ. പളുങ്കുപോലെ ശുഭ്രമായ ജീവനദിയും കരകളിൽ. പളുങ്കുപോലെ ശുഭ്രമായ ജീവനദിയും കരകളിൽ കാണും. ഓ ദാരൻ ചാരേ ആമേ ചാലേ പുരേ ആമേ കാണും. ജീസസ് ഉടാറബ ശബടബല ബടബല ദിബികബല ബടബദരോ ശബടബല. ഓ ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദ. ഇവയിൽ മാത്രം ധ്യാനമേ കരളിനരുളുന്ന ആനന്ദ. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദ. ഇരവും പകലും ഇവയെ പറ്റി ഞാൻ പാടും ഗീതം സാനന്ദം. ഓ ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ചേർന്ന് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക്. ഓ ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ഇത് താനെ എനിക്ക് ആലംബ. ഈകത്തെ വിട്ട് ഞാൻ പിരിഞ്ഞ ശേഷം ൂടപടപടപല തിരുവികബലപടപല തിരുവികബലപല ൂടപടപലപടപല തിരുവികബലപടപല തിരാ തരാ തിരി 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 ഇവരപടപലപല തിരുവികബലപടപലപടപല വീരപടപടപലപ തിരുവികബലപടപലപദന അടപട ദുരിവികബലപടപലപല പ്രത്യാശയോടെ പ്രത്യാശയോടെ ദിവികബലപടപല തിരുവികബലപടപല തിരുവികബലപടപല. ഓ ജീസസ് എനിക്കാലംബം. ഓ ദിവികബലപടപല തിരുവികബലപടപല തിരുവികബലപടപദന. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഇതുവരെ നിങ്ങളെല്ലാം സഹകരിച്ച് ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി ചൊല്ലുന്നു. പ്രായമുള്ളവരൊക്കെ വന്നു പറഞ്ഞതിൽ അല്പം സമയം മുൻപോട്ട് പോയി. നാളെ യോഗം ഇവിടെ ഇല്ലല്ലോ. അപ്പം നിങ്ങൾ സഹകരിച്ചതിന് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. നിങ്ങളുടെ അനുസരണത്തിനും സഹകരണത്തിനും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ്. നിങ്ങൾ മുമ്പ് എഴുന്നേക്കാൻ ഓങ്ങിയതാണല്ലോ. അപ്പം ഒന്ന് എഴുന്നേറ്റ് ആ കരങ്ങളൊന്ന് ഉയർത്തി വീശി ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും കൈയുയർത്തി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ.
ഉയർത്തി ഹല്ലേലൂയ പാടാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ.